വായിച്ച തിരുവെഴുത്തിനായി സ്തോത്രം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗം. ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് നടന്ന ഒരു സംഭാഷണം. യേശു ഫിലിപ്പിന്റെ കൈസരയിലെത്തി. അവിടെ വെച്ച് ശിഷ്യഗണങ്ങളോടൊരു ചോദ്യം. എന്താണ് സമൂഹത്തിന് എന്നെ കുറിച്ചുള്ള അഭിപ്രായം? മറുപടി, ഗുരു. മുമ്പത്തെക്കാൾ ആളുകൾക്ക് പുരോഗതി ഉണ്ട്. പണ്ട് അങ്ങ് ഇതുവഴി പോകുമ്പോൾ പറയും, ശാസ്ത്രം അറിയാത്തവൻ പോകുന്നു, വിവരദോഷി പോകുന്നു, അറിവില്ലാത്തവൻ പോകുന്നു, തച്ചന്റെ മകൻ പോകുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോ മാറ്റമായി. അവർ പറയാൻ തുടങ്ങി, നീ സ്നാപകനാണ്, ഇത് യോഹന്നാൻ തന്നെയാവും. അങ്ങനെ പറയണമെങ്കിൽ നിസാരകാര്യമല്ല. തങ്ങളുടെ കൺമുമ്പിലൂടെ നടന്ന് ചില മാസങ്ങൾക്ക് പുറത്ത് മരിച്ചുപോയ ആള് ഇതാ നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ നല്ല വിശ്വാസം വേണം, നല്ല വിശ്വാസിയാവൻ. അവനെ കുറ്റം പറയാതെ. വേറെ പറയുന്നു, നീ ഏലിയാവാണ്, ക്രിസ്തുവിനും 2500 ആണ്ടുകൾക്കപ്പുറത്ത് അപ്രത്യക്ഷനായ ഏലിയാവ് ദാ നിൽക്കുന്നു എന്ന് പറയാം. വിശ്വാസം മാത്രം പോരാ, ഇങ്ങനെ സംഭവം നടന്ന കാര്യം പഠിപ്പുള്ളവനുമായിരിക്കണം. പഴയ നിയമം ഗ്രഹിച്ചവനാ പറഞ്ഞത്, ഏലിയാവായി നിൽക്കുന്നു. വേറെ ചില പറഞ്ഞു, ഇരമ്യാവാണ്. ഇരുട്ട് കിണറ്റിൽ കിടന്ന് പിടിപ്പിക്കപ്പെട്ട് വിശ്വാസത്തിന് വേണ്ടി ത്യാഗസഹിച്ച് പോരാടി മരിച്ച ആ മനുഷ്യൻ ദാ നിൽക്കുന്നു എന്ന് പറയാനും നല്ല വിശ്വാസം വേണം. വേറെ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുത്തൻ. അപ്പൊ പുരോഗതിയുണ്ട് മനുഷ്യന്റെ ചർച്ചയിൽ. പക്ഷെ ആ ചർച്ച നീട്ടാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. ആ സ്തുതിവചനങ്ങളും പുകഴ്ചകളും കേൾക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, യേശു ആരുടെയും പുകഴ്ചയും സ്തുതിവചനവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇതേ രീതിയിലാണ് നിക്കോദിമോസ് പ്രതികരിച്ചത്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അതിനെയും യേശു നിഷേധിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇക്കളി കിട്ടി കല്ലേരിയ പറയിപ്പിക്കുന്നു. നിർബന്ധിച്ച് കല്ലേരിയ പറയിപ്പിക്കുക. ദൈവമക്കളൊരു കല്ലേരിയ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് പറയാ, പോരാ. ഈ പുകഴ്ത്തുന്ന ഇഷ്ടമില്ലാത്തവനെയാണ് നമ്മൾ ഇന്ന് സ്തുതിക്കുന്നത്. അതെങ്ങനെ? അതിനുള്ള വ്യത്യാസം എന്താ? ഇതങ്ങനെയുള്ള വ്യത്യാസം ഇന്നലെ ഞാനൊരല്പം പറഞ്ഞു വന്നതാണ്. ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ പുലമ്പുന്നതാണ് ആരാധനയും സ്തുതിയും എന്ന് നമ്മൾ ധരിച്ചു വെച്ചു. അതല്ല ശരി. ഹല്ലേലൂയ. അതല്ല, അതേ അല്ല. ഇടതടവില്ലാത്ത ഹല്ലേലൂയോ അന്യഭാഷകളുടെ പ്രവാഹമോ നമ്മൾ സൃഷ്ടിച്ചു വെക്കുന്ന ഒരു കൃത്രിമ ശബ്ദത്തിന്റെ മാന്ത്രികത്വമോ അല്ല ആരാധന. ഒരിക്കലുമല്ല. പിന്നെ ആരാധനയിലൊക്കെ വരും, അതെനിക്ക് ഉറപ്പാണ്. നമ്മളുടെ കർത്താവ് ഒരു നിർഗുണ പരബ്രഹ്മമല്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ചാടും, കൈയടിക്കും, അല്ലെങ്കിൽ പറയും. അപ്പോൾ ഒരു കാര്യം, ആരാധനയുടെ പ്രതിഫലനമാണ് സ്തുതി, സ്തോത്രം. മാത്രമാണ് അതെന്ന് പറയാൻ വയ്യ, പലവിധ പ്രകടനമാണ്. ആവശ്യമില്ലാത്തൊരു വാക്യവും തിരിച്ചു പറയും. രാജാവ് ഉള്ളിടത്ത് അത്ര ഒരു വാക്യം തന്നാൽ 10,000 രൂപ നിങ്ങൾക്ക് തരാം. അങ്ങനെ ഒരു വാക്യമുണ്ടോ? അങ്ങനെ വാക്യം എഴുതുന്ന പാട്ട് പോലും എഴുതി വെച്ചേക്കുക, രാജാവ് ഉള്ളിടത്ത് രാജ കോലാഹലമുണ്ട്. അങ്ങനെ വാക്യമില്ല തിരുവഴുത്ത്. ബൈബിളില്ലാത്ത എത്രയോ വാക്യം ആളുകൾ പറയുന്നത്. ഇന്നലെ ഒരു വാക്യം ഞാൻ പറഞ്ഞു വന്നു, നിങ്ങളിപ്പോൾ പറയാൻ പോലും തെറ്റ്. കർത്താവ് പറഞ്ഞു, ആ മലയിലുമല്ല. അങ്ങനെ ഒരു വാക്യം തന്നാൽ 25,000 രൂപ തരും. ഒരു വാക്യം തരാമോ? ആ മലയിലല്ല ഈ മലയിലുള്ളതൊരു വാക്യം തരാമോ? പിന്നെ മതി. പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർമാർ, ഈ വർഷം ഞാൻ കർത്തൃവേഷം പങ്കെടുത്തപ്പോൾ ഒരു വലിയ സെൻട്രൽ ഭാഷ രചിച്ചൊരു വാക്യമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. കാണിക്കോ? അങ്ങനെ വാക്യമുണ്ടോ? അങ്ങനെ ഒരു വാക്യം തന്നാൽ 50,000 രൂപ തരും. അങ്ങനൊരു അത്ര ആ പോസ്റ്റ് കർത്താവിൻ്റെ വചനത്തിൽ കാണത്തില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? കൂടി വരുമ്പോഴൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടീ വഴി വെച്ച് കൂടിയാ ചെയ്യണ്ടേ? ആരെങ്കിലും കുഞ്ഞുങ്ങൾ വഴിയിൽ വെച്ച് എൻട്രൻസ് എക്സാമിന് പോവാ, പെട്ടെന്ന് എന്നെ പോലെ ഒരാളെ കണ്ട, ദോ വാസപ്പറ്റം വരുന്നു, കർത്തൃമേശം അടുത്ത് ഓടിക്കോടി സമയം പോകുന്നവരോട് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണോ കർത്തൃമേശം? അങ്ങനെ വാക്യമുണ്ടോ? അങ്ങനെ വാക്യമില്ല.
ധൈര്യമായിട്ടൊന്നും അങ്ങനെ വാക്കില്ല, ബൈബിളില്ല, ഒരു പരിഭാഷയിലുമില്ല. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നില്ല. ഇല്ലാത്ത സാധനം നിങ്ങളെ തപ്പിയിട്ട് കാര്യമില്ല പെരുമാറി പോട്ടെ. അപ്പൊ തിരുവഴുത്തിലില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ. പാട്ടിൽ വണ്ടി പ്രശ്നം. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ മണിപ്പന്തലിടുന്ന എതിർ ക്രിസ്തുവാണ്. എന്താ ഇവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഈ വർഷം ആ പുള്ളിയെ കണ്ടു പറഞ്ഞു തിരുത്തണമെന്ന് പറഞ്ഞു. പുള്ളി തിരുത്തിയല്ല. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേടി നടക്കുക. ഇപ്പൊ ഭൂമിച്ച കിടക്കുന്നത് എന്താ? നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ ഈ കേറ്ററിംഗുകാരെയൊക്കെ വിളിച്ച് വലിയ പരിപാടി നടത്തുന്നുണ്ട് അവളുടെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെയല്ലത്. സ്നേഹത്തിന്റെ തീവ്രഭാവം ദ്യോതിപ്പിക്കാൻ തിരുവെടുത്ത് പറഞ്ഞ ഒരു പ്രയോഗമായി കല്യാണം എന്ന്. അങ്ങനല്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞ തിരുവെടുത്തുകളെ അറിയുന്നില്ല. അറിയായിയാൽ തെറ്റിപ്പോകുന്നു. ഇപ്പൊ തിരുവെടുത്ത് അറിയണം. അപ്പൊ തിരുവെടുത്തറിയാൻ പാണ്ഡിത്യം വേണമെന്നില്ല, നിഷ്പക്ഷമായിട്ട് അങ്ങ് വായിച്ചാൽ മതി. ഇതൊക്കെ തിരുവെടുത്തിലുണ്ടോ? അങ്ങനെയാണ്. ഞാൻ അടുത്ത കാലത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഈ കുപ്പിവെള്ളം വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരേ കുപ്പി ഒരേ തരം ഡിസൈനൊക്കെ 2 തരം വില. പുറത്തേക്ക് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ച വെള്ളമാണ്, അതിന് പൈസ കൂടും. എന്നിട്ട് ലോക്കലാണ്. ഞാൻ എനിക്ക് ലോക്കൽ മതി, ഉടുപ്പി എന്നേക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച വെള്ളം ഇവിടെ തന്നെ ഈ ജില്ലയിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. വെള്ളം പ്രാർത്ഥിച്ച് വിൽക്കുക. എന്തെല്ലാം വിഡിത്തം, എന്തെല്ലാം വിവരദോഷം. അപ്പൊ തിരുവഴുത്ത് അറിയുന്നവൻ ആദ്യം ആ വെള്ളം മേടിച്ച് കളയും. വില കൊടുത്താൽ അത് മേടിച്ചാൽ കളഞ്ഞേക്കണം. അതാ ചെയ്യണ്ട. കാരണം എന്താ? പ്രമാണമില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അതിനൊക്കെ അപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജയസാറിന് അറിയാം, പാമ്പാടിയിലൊരു സ്ഥലത്ത് ഒരു പാസ് ഒരു കിണർ പ്രാർത്ഥിച്ച് നിൽക്കുക. എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കണ്ടല്ലോ. അതിൽ നിന്ന് പോരുമ്പോ ഒരു കുടിക്കണം. ഞാൻ പറയുന്ന പിന്നെ ഈ അറബിക്കട വല്ലതും പ്രാർത്ഥിച്ചിട്ട എത്രയോ പേർക്ക് പ്രയോജനമായിരുന്നു. അറബിക്കടലൊക്കെ പ്രാർത്ഥിച്ചിട്ടാൽ മതി. ഒറ്റക്കടലേ ഉള്ളൂ, ലോകത്തെല്ലായിടത്തും അത് കിടക്കാണ്. അതിൽ നിന്ന് അല്പം വെള്ളം ഉപ്പരത്തുണ്ടെങ്കിലും കോരി കുടിച്ച് സൗഖ്യമാവുകയാണെങ്കിൽ പിന്നെ അതുപോലെ. ഈ അന്ധവിശ്വാസമൊക്കെ കളയണം. ജാതികളുടെ ദേവന്മാർ, മിഥ്യാമൂർത്തികൾ, അത്രയും നന്നായിട്ട് പ്രശ്നത്തിൽ പറയും. അവിടുന്ന് ഒരു പോരുണ്ടെന്ന് പറയും. ഇപ്പൊ നിങ്ങളെങ്ങനെ ഈ പൊരുത്തപ്പെടുന്നേ? അവിടുത്തെ പോര് കൊണ്ടാണ് ഇവിടെ ആരാധന വെളിപ്പെടാത്തതെന്ന് അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് പോയപ്പോ ഇതിന് ശക്തി അതിനുള്ളതുകൊണ്ടാ. ഇവിടുത്തെ അവിടെ അതാ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ? ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട് തിരുവഴുത്തിൽ ഇതുകൊണ്ട് ബന്ധപ്പെട്ട്. നീ എവിടെ പാർക്കുന്നു അത് സാത്താന്റെ സിംഹാസനം ഉള്ളടം. അപ്പൊ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്തും കയറി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാ ദൈവത്തിന്റെ മക്കൾ. തട്ടിത്തെറിപ്പിച്ചിട്ട് അവിടെയും ചർച്ച് പ്ലാൻ ചെയ്യും. അതുകൊണ്ട് പേടിക്കില്ല. അതൊന്നും കൊണ്ട് ഭയം വരില്ല. സാത്താന്യ സിംഹാസനങ്ങളെ കണ്ട് ഭയം വരാത്തവരാണ്. നമുക്ക് അവിടേക്ക് ഒന്ന് വരാം. സ്തോത്രം. സമയമുണ്ട്, ഉറങ്ങരുത്, ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ ഫിലിപ്പിന്റെ കൈസരിയിൽ യേശു ചെന്നു. കൈസരിയ എന്ന പേരിൽ 2 സ്ഥലങ്ങളുണ്ട് തിരുവഴുത്തിൽ. 2 സ്ഥലങ്ങൾ. 2 സ്ഥലങ്ങൾ തിരുവഴുത്തിലുണ്ട്. നമ്മളൊരു ഫാസ്റ്റിങ്ങിന്റെ അവസാന ദിവസം ഇങ്ങനെ ശാന്തമായിട്ട് പ്രസംഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? അവസാന ഒരു ദിവസം അതിൻ്റെ ആ സന്തോഷമെല്ലാം പോയി. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊരു ഉണർവിലേക്ക് മാറ്റാനായി ചോദിക്കുന്നത്. ഉണർവിലേക്ക് മാറ്റാൻ ചെറിയ കാര്യമുള്ളൂ. ഇത് ഈ ടോണൊന്ന് മാറ്റിയാൽ മതി. കൈസരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിരിക്കുന്ന ആളുകളായ ആ ബന്ധത്തില് എനിക്കറിയാം. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു ഉപദേശിയാവുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളാ സഭയിൽ. അത് മോശവാർത്തലല്ല പറഞ്ഞു, ശാന്തമായിട്ട് പറഞ്ഞ ആൾക്കാർക്കൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞ. ആദ്യം പറഞ്ഞ രീതി വേണോ? വേണ്ട. ഓക്കെ, നമുക്ക് 1-2 മണിക്കൂറൊക്കെ നിൽക്കേണ്ടതുണ്ട്. ഞാൻ ശാന്തമായിട്ട് അപ്പൊ കൈസരിയ 2 അത് തിരിച്ചറിയാൻ ഒരു കൈസര്യക്ക് ഫിലിപ്പിന്റെ കൈസര്യ എന്ന് പേരായി. അപ്പോൾ പ്രധാനപ്പെട്ടൊരു മറ്റൊരു കൈസര്യമുണ്ട്. അത് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്താണ്. ഇന്നും ആ കൈസര്യ അതേ പേരിലുണ്ട് അവിടെ. ആ കൈസരിയോട് ചേർന്നാണ് യോപ്പ എന്ന പട്ടണം, ഇപ്പോഴത്തെ യാഫ, തബീദയുടെ ഒക്കെ നാട്. അതുവഴി ഉള്ളിലേക്ക് പോയ നമ്മുടെ പൗലൂസിന്റെ ഒക്കെ നാടാണ്. കര മാർഗം അങ്ങോട്ട് പോയാൽ പൗലൂസിന്റെ നാടായ തർസീസും മറ്റുമൊക്കെയാണ്. അപ്പോൾ
തർസോസാണ്, സോറി തർസീസ് അല്ല. പ്രിയരെ, രണ്ടാമത്തെ കൈസരിയിലേക്ക് നമുക്ക് വരാം. അത് യോർദാൻ ഉത്ഭവിച്ചു വരുന്ന ഹെർമോന്യ മലയുടെ അടിവാരത്താണ്. യെരുസലേമിൽ നിന്നും 92 കിലോമീറ്റർ ഉള്ളിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ യെരുസലേമിൽ നിന്ന് 92 കിലോമീറ്റർ ഉള്ളിൽ മാറി ഗലീലിയ മേഖലയിൽ ഹെർമോന്യ മലയുടെ അടിവാരത്ത് ഒരു പട്ടണം, പേര് ഫിലിപ്പിന്റെ കൈസരിയ. ഈ ഫിലിപ്പ് എന്നത് ഒരു രാജാവിന്റെ പേരാണ്, നാടുവാഴിയുടെ പേരാണ്. ഹെറോദ് ദ ഫിലിപ്പ് എന്ന് മൊത്തം പേര്. ഹെറോദ് എന്നത് കുടുംബപ്പേരും ഫിലിപ്പ് എന്നത് വ്യക്തിയുടെ പേരും. ഹെറോദ് ഫിലിപ്പ്, ഹെറോദ് അഗ്രിപ്പ, ഹെറോദ് അർക്കലയോസ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. അവിടെ പേരിന്റെ ഒടുവിൽ എന്താ കിടക്കും? ഹെറോദ്. അതൊരു കുടുംബ പേരാണ്. നാട് ഭരിക്കുന്ന നാടുവാഴിയുടെ പേരാണ് ഹെറോദ്. ഈ ഹെരോദാക്കന്മാരുടെ മീതയും അധികാരമുള്ള മറ്റൊരു അധികാര കേന്ദ്രമുണ്ട്, അത് ചക്രവർത്തിയാണ്. ചക്രവർത്തിക്ക് കീഴിൽ ധാരാളം നാടുവാഴികൾ. നമ്മള് കേന്ദ്രവും സെൻട്രൽ പാസും എന്ന് പറഞ്ഞുള്ള വ്യത്യാസമുണ്ട്. ഈ നാടുവാഴിയും പിന്നെ ചക്രവർത്തിയും തമ്മിൽ പിടിയോ മനസ്സിലാക്കാനായി ഇത്ര ഉദാഹരണം പറയും. നമ്മളിങ്ങനെ ദൂരോട്ട് പോകുന്ന അത്തിയെ നോക്കി ഓടിപ്പിക്കാൻ പറഞ്ഞ പോലെ, പഠിക്കാൻ പറഞ്ഞ പോലെ, ഒരു വിശാല സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ കീഴിൽ നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യം ഭരിക്കുന്ന സിറിയ ഉൾപ്പെടെയുള്ള, പാലസ്തീൻ ഉൾപ്പെടെയുള്ള യഹൂദ ഭൂരിപക്ഷ മേഖലകൾ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആ രാജാക്കന്മാരുടെ പേരായിരുന്നു ഹെറോഡിയൻസ്. ഈ ഹെരോദാവ് എന്ന് പറയുന്ന ആൾ യഹൂദനല്ല, യഹൂദന്മാരല്ല, അവര് റോമക്കാരുമല്ല. റോമക്കാരുമല്ല, യഹൂദന്മാരുമല്ലാത്ത ഇവർ പിന്നെ ആരാണ് അറിയിക്കാം. ഇവർ ഏശാവിന്റെ വംശാവലിയിൽപ്പെട്ട ഏശാവ്യരാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ് സൺസ് ഓഫ് ഈസു. ഏശാവ്യരുടെ ചെറുമക്കൾ, അവരെ വിളിച്ച മറ്റൊരു പേരുണ്ട് ഏദോമ്യർ. പുതിയതിൽ കിടക്കുന്ന ഇദുമ്യക്കു ചേർന്ന പ്രദേശം ഇദൂമിയ. ആ ഇദൂമിയായി പാർത്തവരെ വിളിച്ചു ഏദോമ്യർ അല്ലെങ്കിൽ ഏശാവ്യർ. വംശീയത കൊണ്ട് ഇവർ അബ്രഹാമിന്റെ കൊച്ചുമക്കളാണ്, കാരണം ഏശാവിന്റെ മക്കളല്ലേ. അതുകൊണ്ട് അവർക്ക് പരിച്ഛേദനയുണ്ട്. ഏകസത്യ ദൈവത്തെക്കുറിച്ചറിയാം, പക്ഷെ യഹൂദന്മാരല്ല. വ്യത്യാസം മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ യെരൂശലേം ദേവാലയത്തിലേക്ക് ഒരു ഹെരോദാ രാജാവ് വന്നാൽ തടയാൻ യഹൂദനാവില്ല. കാരണം പരിച്ഛേദനയുണ്ട്, ഏകസത്യ ദൈവത്തെക്കുറിച്ചറിയാം, പ്രമാണമുണ്ട്, പക്ഷെ യഹൂദനല്ല. വ്യത്യാസം മനസ്സിലായല്ലോ? ആ യാക്കോബിന്റെ ജ്യേഷ്ഠന്റെ മക്കൾ. യാക്കോബിന് പണ്ടൊരു അനുഗ്രഹം കിട്ടി, നിന്റെ സഹോദരനെ നീ ഭരിക്കും, നീ യജമാനായിരിക്കും അവന്. വീണ്ടും ഏശാവിന് കിട്ടിയ ഒരു അനുഗ്രഹം, നീ നിന്റെ സഹോദരനെ സേവിക്കും. മനസ്സിലായല്ലോ? യാക്കോബ് കൊടുത്ത. പക്ഷെ ഇവിടെ നോക്കിയാൽ നേരെ തല തിരിഞ്ഞു പോയി. മനസ്സിലായോ? ഇല്ല. ഏശാവ്യർ ഭരിക്കുന്നു, യാക്കോബ്യർ അടിമകളായിരിക്കുന്നു. അനുഗ്രഹം എങ്ങനെയായിരുന്നു? നേരെ തിരിച്ച്. അത് വേറൊരു കാരണം, നമുക്ക് അങ്ങോട്ട് പോകാൻ നേരമില്ല. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നിന്റെ സഹോദരൻ നിന്നെ സേവിക്കുമെന്ന് യാക്കോബ് പഠിപ്പിച്ചു. പക്ഷേ തിരിച്ച് യാക്കോബ്യർ ആരെ സേവിക്കേണ്ടി വന്നു? ഏശാവിനെ. ഇസാക്ക് അനുഗ്രഹിച്ചു, ഇസാക്കിന്റെ അനുഗ്രഹം. ആ വസ്തുത അധികം നീട്ടുന്നില്ല. ഇവരെ രാജാവാക്കി വെച്ചിരിക്കുന്ന ആരാ? റോമക്കാർ. വിശാലമായ റോമൻ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും ഓടി നടന്ന് ചക്രവർത്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പ്രവിശ്യ, ഒരു സ്റ്റേറ്റ്, ഒരു മേഖല, പാലസ്തീൻ അടക്കം യഹൂദ ഭൂരിപക്ഷമുള്ള മേഖല ആരെ ഏൽപ്പിച്ചു? ഈ ഹെരോദാക്കന്മാരെ ഏൽപ്പിച്ചു. മക്കളുടെ മക്കൾക്ക് ഇങ്ങനെ ഭരണം പോരുക. പക്ഷേ അങ്ങനെ ഇരിക്കെ ഹെരോദാക്കന്മാർ ഒരു കാര്യം ചെയ്തു. യഹൂദന്റെ പിന്തുണ കിട്ടണം, നികുതി കൂടുതൽ പിരിക്കണം,
ഒരിക്കലും ഒരു ആഭ്യന്തര കലഹമുണ്ടാകാതിരിക്കാൻ അവനെ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി യഹൂദന്റെ വികാരമായ, അവന്റെ ആവേശമായ യെരൂശലേം ദേവാലയം മുതൽ മുടക്കി നന്നാക്കിയങ്ങ് പണിതു. ദേവാലയം വഴിപാടുകൾ സമാഹരിച്ച് ഭംഗിയാക്കി മുത്തുകളാൽ അലങ്കരിച്ച് മനോഹരമാക്കി മാറ്റി. യഹൂദന്മാർ ആരാധനയ്ക്ക് അവിടെ ചെല്ലും, ദൈവവചനം കേൾക്കും, ശുശ്രൂഷകളുടെ ഭാഗമാകും, യെരൂശലേം ദേവാലയത്തെ പിന്തുണയ്ക്കും. യെരൂശലേം ദേവാലയത്തിൽ തുറന്നു കേൾക്കാം, അറിയുക ഇസ്രായേലേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ ഇത്യാദി പ്രമാണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവൻ അത്യുച്ചത്തിൽ പ്രതികരിക്കും. ചുരുക്കത്തിൽ ഈ പള്ളിയുടെ പോലും പേര് മാറി ഹെരോദാവിന്റെ പള്ളി. കാരണം ഒതുക്കിപ്പെടുന്ന ആരാ? ഹെരോദ. എന്നാൽ മറുവശമുണ്ട്. ഇത് കണ്ടപ്പോൾ ചക്രവർത്തിക്ക് ഒരു സംശയം. നാളെ ഒരിക്കൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടാൽ ഹെരോദക്കന്മാരും യഹൂദന്മാരും ചേർന്ന് അട്ടിമറിച്ച് ഇവിടെ പിടിച്ചെടുത്താൽ പ്രശ്നമാകും. അത് വരാതിരിക്കാൻ ചക്രവർത്തി മറ്റൊരു അധികാര കേന്ദ്രത്തെ കൂടി നിയമിച്ചു. ഹെരോദാവിരിക്കുമ്പോൾ വേറൊരു അധികാരം, ആ തസ്തിക്ക് പറയും ഗവർണർ. ആരാ അന്നത്തെ ഗവർണർ? യേശുവിന്റെ കാലത്തെ ഗവർണർ ആരാ? പീലാത്തോസ്. അയാൾ ഒരു പക്ക റോമാക്കാരൻ, യഹൂദ വിരോധി. ഈ രണ്ടുപേരിൽ ആർക്കാ കൂടുതൽ അധികാരം? രാജാവിനാണോ ഗവർണർക്കാണോ എന്ന് ചോദിച്ചാൽ, രാജാവ് എന്ന് പറയുന്ന ആൾ ചക്രവർത്തിക്ക് വിധേയനായി രാജ്യം ഭരിക്കാൻ, നികുതി ശേഖരിക്കാൻ അർഹതയുള്ളയാൾ. ഈ പീലാത്തോസ് എന്ന ഗവർണർ, ചക്രവർത്തി തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഗവർണർ. ഇവർ രണ്ടിൽ ആർക്കാ അധികാരമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാത്ത എന്റെ കുറ്റം കൊണ്ടല്ല, അവർക്കും അറിയില്ല. മനസ്സിലായോ? അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അവർ യോജിച്ചു. ഒരു ദിവസം എപ്പോഴാണ് യോജിച്ചത്? യേശുവിനെ ക്രൂശിക്കാൻ. അവർ തമ്മിൽ വൈരമായിരുന്നു. അന്ന് മുതൽ അവർ സ്നേഹിതരായി. എന്താ സ്നേഹിതരാകാൻ കാരണം? ഒരുത്തൻ പറഞ്ഞു അങ്ങോട്ട് പോ, അവൻ പറഞ്ഞു ഇങ്ങോട്ട് പോ. ഇപ്പൊ പരസ്പരം എന്റെ അധികാരം അംഗീകരിച്ചല്ലോ ആ കക്ഷി എന്നുള്ള സ്നേഹം കൊണ്ട് അവർക്കന്ന് സ്നേഹമായി. അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിനിട്ട് തട്ടിക്കൊണ്ടാണ് ഒരു സ്നേഹിതന്മാരായി. അത് പോട്ടെ, അങ്ങനെ എനിക്ക് ചെയ്ത് ചക്രവർത്തിക്ക് എപ്പോഴും സംശയം, എന്നെ വിട്ടിവൻ പോകുമോ, എന്നെ വിട്ടിവൻ പോകുമോ? ആശങ്ക മുറ്റി പെരുകി 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 വന്നപ്പോൾ ചക്രവർത്തിയെ പ്രീതിപ്പെടുത്താൻ ഈ ഫിലിപ്പ് എന്ന ഹെരോദക്കന്മാരിൽ ഒരുവനാണ്. അയാൾ ചക്രവർത്തിക്ക് വേണ്ടി ഒരു പട്ടണം പണി കഴിപ്പിച്ചു. ആ പട്ടണത്തിന് ചക്രവർത്തിയുടെ പേരിനെ ആസ്പദമാക്കി കൈസറുടെ പട്ടണം എന്നർത്ഥത്തിൽ കൈസര്യ എന്ന് പേർ വിളിച്ചു. അങ്ങനെ യോർദാൻ നദിയുടെ അടിവാരത്ത്, യോർദാൻ നദി ഉത്ഭവിക്കുന്ന മലയുടെ അടിവാരത്ത് ഒരു മനോഹര പട്ടണം. അതിങ്ങനെ കോട്ട കെട്ടി സംരക്ഷിച്ച് ഇതിനകത്ത് മറ്റൊരു പരിപാടി കൂടി ആവിഷ്കരിച്ചു. ഇതിന്റെ എൻട്രൻസിൽ പടയാളികളെ കാവൽ നിർത്തി. അതിൻ്റെ ഉള്ളിൽ കൈസറുടെ ഒരു വെണ്ണക്കൽ ശില്പം പ്രതിഷ്ഠിച്ചു. യാഗപീഠമുണ്ടാക്കി. ഒരു മനോഹര മന്ദിരം പണി കഴിപ്പിച്ചു. ആരാധനക്കാളുകളെ വരുത്തി. പൂജാഗിരികൾ ഉണ്ടാക്കി. കാളയെ യാഗം കഴിക്കാൻ അനുമതി കൊടുത്തു. അവിടെ വരുന്നവരൊക്കെ ഈ പരിവാദിക്കലേക്ക് എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ വിളിച്ചു പറയും, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ നീറോ കൈസറുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആലയത്തിന്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ ചെല്ലുന്നവൻ പറയണം, നമ്മുടെ കർത്താവായ നീറോ കൈസറുടെ കൃപ നിങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ സ്ഥലം മനസ്സിലായോ? കൈസറുടെ വെണ്ണക്കിൽ ശില്പമുള്ള, കൈസർക്ക് ജീവിച്ചിരിക്കുന്ന കൈസർക്ക് വേണ്ടി പൂജ നടക്കുന്ന ആൾദൈവ ആരാധനാലയത്തിന്റെ ആ സ്ഥലവും പണി കഴിപ്പിച്ചാരാ? ഹെരോദാണ്. അപ്പുറത്ത് പള്ളി കഴിപ്പിച്ചാരാ? ഇതുപോലൊരു ഹെരോദ. അവൻ അവിടെയും പോകും, ഇവിടെയും വരും. ഇപ്പൊ കളി മനസ്സിലായോ? അവിടെയും പോകും, ഇവിടെയും വരും. അവിടെ ചെല്ലുമ്പോൾ കേൾക്കാം, അറിയുക ഇസ്രായേലേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തനം 6:4. ഒരു യഹൂദനെ യഹൂദനാക്കുന്ന അവന്റെ ആത്മീക വ്യതിരിക്തതയുടെ ശബ്ദം. അറിയുക ഇസ്രായേലേ, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അത് കേട്ടിട്ട് ഹെരോദ പറയും, ആമേൻ.
ഒരു 92 മൈൽ ഇപ്പുറത്ത് വരുമ്പോൾ അവർ വിളിച്ചു പറയും, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ആകാശഭൂമികളുടെ സൃഷ്ടിതാവായ നമ്മുടെ ഐശ്വര്യമായ പ്രപഞ്ചത്തിന്റെ നാഥനായ അമലോത്ഭവനായ റോമാ കൈസറുടെ നാമത്തിൽ ഞാൻ നിന്നെ വന്ദിക്കുന്നു. അപ്പോൾ കൈസർ ഇയാൾ പറയും, കൈസറുടെ അനുഗ്രഹം നിന്റെ മേലും ഇരിക്കുമാറാകട്ടെ. അങ്ങനെ ഇവനെ കണ്ടിട്ട് കർത്താവ് തീരുമാനിച്ചു, അവൻ ആ കൈസർ എന്നുള്ള പേര് ഹെരോദ എന്നുള്ള പേര് ചേരുകയല്ല, അവന് ചേരുന്നൊരു പേര് കർത്താവ് ഇട്ടു, കുറുകൻ. അങ്ങനല്ലേ കാണുന്നേ? കർത്താവ് ഇമ്മ അവിടെ നിന്നുകൊണ്ട് അതീതം വിളിച്ചു പറയല്ല. കർത്താവ് കടിച്ചുകൂടി ആളുകൾ പറഞ്ഞു, ഞാൻ നാളെയും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ആ കുറുക്കനോട് പോയി പറയണം. ലേറിയ അവന്റെ ചങ്കിൽ തൊട്ട് കുറുക്കനെ വിളിക്കാൻ ധൈര്യം കാട്ടിയ രാജാതി രാജാവ് യേശു കർത്താവ് മാത്രമാണ്. അവന്റെ ധൈര്യമാ ഇന്നുവരെ നമ്മളും വ്യാപരിക്കേണ്ടത്. സത്യദൈവത്തിന്റെ ശക്തിയെ നിരാകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്കും നിലവാരം വിരുദ്ധമായി നിലകൊള്ളുന്ന രാജാധികാരത്തിന്റെ മർമ്മം നോക്കി യേശു കൊടുത്തുവിട്ട അഗ്നിശരങ്ങളേറ്റ് വിരോധാക്കന്മാർ പിടഞ്ഞു. യോഹന്നാന്റെ തലയെറുത്ത് പിടയുന്ന കാഴ്ച യേശുവിന്റെ കാതിലെത്തിയ. പക്ഷെ യോഹന്നാന്റെ തലയെറുത്തിട്ടും യേശുവിന് ഭയമില്ല. ഹല്ലേലൂയ. ആരെയാണ് യേശു ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കർത്താവ് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനം പുലർത്തി ഇവരോടാണ്. പൗലോസൊക്കെ ഇങ്ങനെ, പലർക്കും അതറിയില്ല, ശ്രദ്ധിക്കണം. ഈ പൗലോസിനെ എത്ര പേര് ഉപദ്രവിച്ചു? പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, നഗ്നത, ആപത്ത്, വാള്, ഇതൊക്കെ അനുഭവിച്ചിട്ട് ഈ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും പൗലോസ് പറഞ്ഞു നടന്നില്ല. പറഞ്ഞു നടന്നോ? ഈ കഷ്ടപ്പാടെല്ലാം പറഞ്ഞിട്ട് താഴെ അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ട് പരസ്യം കിട്ടോ? കിട്ടോ? ഇല്ല. ഗുഡ് ന്യൂസിലൊന്നും പരസ്യം കൊടുത്തില്ല. കഷ്ടപ്പാടാന്ന് പറഞ്ഞു ഒന്നും കിട്ടില്ല, ഒന്നും ചെയ്തില്ല. ആരോടും കലഹത്തിനും പോയില്ല. കർത്താവിനോട് കരുണ കാണിക്കട്ടെ. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. പോട്ടെ. ചില കൂട്ടരെ പൗലോസ് വിട്ടില്ല. ആരെയാ? യേശുവിന്റെ സുവിശേഷത്തിന് അപമാനം വരുത്തുന്ന ഒരുത്തൻ വന്നു. അവന്റെ പേര് ബെറിയേശു. ഈ ബെർ ഒരു അരാമിക് പദമാണ്. എൻ്റെ അർത്ഥം പുത്രൻ എന്നാണ്. ബർന്നബാസ്, പ്രബോധന പുത്രൻ. മനസ്സിലായല്ലോ? ബർത്തിമായി, സൺ ഓഫ് തിമായി. ബർത്തലോമായി, തലോമായിയുടെ പുത്രൻ. അപ്പൊ എന്താ ബെർ യേശു എന്ന് പറഞ്ഞെന്താ? യേശുവിന്റെ പുത്രൻ. എന്റെ പണി എന്താ? മന്ത്രവാദം. അങ്ങനെ എഴുതിയിരിക്കുന്നേ. മന്ത്രവാദിയാ. പേരെങ്ങനാ? യേശു. ഈ ചേരുന്ന പേര് വേണ്ടി ഇടാം. ഞാൻ ഈ തിരുവല്ലയ്ക്കപ്പുറത്ത് കവിയൂര് വഴി ഒരു സ്ഥലം വഴി പോവാ. ഭാഷക്ക് അറിയാ സ്ഥലം. അവിടെ ഒരു ബോർഡ് കണ്ട് പെട്ടെന്ന് വണ്ടി ചവിട്ടി യഹോവ ഷമ്മ ജ്യോതിശാലയോ. വട്ടി പിടിച്ച സ്ത്രീ നടത്തുന്ന യഹോവ ഷമ്മ ജ്യോതിശാല ഇപ്പോഴുണ്ട്. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നത്? ഈ പേരിനൊരു ചേർച്ച വേട്ടെ, ഈ പണിയുമായിട്ടുള്ളൊരു ചേർച്ച വേട്ടെ. ചെയ്യുന്ന പണിയും പേരും തമ്മിൽ ഒരു ചേർച്ച വേണം. അങ്ങനെ വേണ്ടേ? ഇവന്റെ പേര് ബെർയേശു. അവന്റെ പണി മന്ത്രവാദം. ആ മന്ത്രവാദം ചെയ്തതിനല്ല പൗലോസ് തീർത്തെ. അത് അവന്റെ പണി. പോട്ടെ. പക്ഷെ പൗലോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു വന്ന് അവൻ ഇടയ്ക്ക് കയറുക. ദേശാദിയുടെ വിശ്വാസം മറിച്ച് കളവാൻ ശ്രമിക്കുക. പൗലോസ് വിട്ടോ? അന്ന് പൗലോസ് അവന്റെ പേര് മാറ്റി. ഗസറ്റ് വഴി പേര് മാറ്റിയതിലും വലുതാ പൗലോസ് പേര് മാറ്റിയ. കാരണം ബൈബിളിൽ പതിവത്. ഗസറ്റ് കുറെ നാൾ കഴിഞ്ഞ് പോകും, പക്ഷെ ബൈബിൾ എല്ലാ നാളും ഇരിക്കും. ഇതിനകത്ത് പേര് വന്നെങ്ങനെയാ? സകല ദൂർത്ത് നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. അവന്റെ പേരെന്താ ഇത്രയും നാള്? ബർയേശു. പൗലോസ് അങ്ങനെ മാറ്റി. ബർഡയോബോലോസ്, പിശാചിന്റെ മകനെ, സകല ദൂർത്ത് നിറഞ്ഞവനെ. പൗലോസ് പേരങ്ങ് മാറ്റി. എന്താ അവനോട് വിടാഞ്ഞേ? എന്നിട്ട് പറഞ്ഞു, ഒരു നിമിഷ നേരത്തേക്ക് നീ അന്ധനാവും. എങ്ങനെ അന്ധനായെന്നറിയണ്ടേ? ഈ പൗലോസ് പണ്ട് സുവിശേഷത്തിനെതിരെ നിന്നപ്പോ ഒരടി കിട്ടിയതാണ്. അന്ന് കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോയി. അതിന് പുള്ളിക്ക് വിടുതൽ കിട്ടി. അന്ന് പോലെ ആലോചിക്കുക, ഈ മിനിസ്ട്രി എവിടെയെങ്കിലും ഒന്ന് ചെയ്യണോ, ഈ ശുശ്രൂഷ എവിടെയെങ്കിലും ഒന്ന് ചെയ്യണോ ഓർത്ത് വന്നപ്പോൾ ദാ ഒന്ന് വിട്ടുകൊടുത്ത് ഇരിക്കട്ടെ നിനക്കിട്ടോ. എന്താ പരിപാടി? അവനെ വിട്ടോ? അവനെ വിട്ടില്ല. ക്രൂശിന്റെ ശത്രുക്കളെ സഹിച്ചില്ല. സ്വന്തം ജീവിതത്തിന്റെ ഉപദ്രവങ്ങളെ സഹിച്ചു. ക്രൂശിനെ പീഡിപ്പിക്കുന്നവനെ സഹിച്ചില്ല. സ്വന്തം അപമാനങ്ങളെ സഹിച്ചു. യേശുവിനെ അപമാനം
നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിങ്കല. അവരെ അപമാനിക്കുന്ന ഇടത്ത് നിലകൊള്ളാൻ ആയുധം കൊണ്ടുള്ള പ്രതിരോധം നമുക്കില്ല, ആശയം കൊണ്ടുള്ള പ്രതിരോധം കാണാൻ പോയാലും ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങോട്ട് വരാം. അപ്പൊ കർത്താവ് പേര് മാറ്റിയവന്റെ കഥ പറഞ്ഞു പോയതാ. അല്ല, ഹെരോദ ഗ്രേറ്റ് അവന്റെ പേര് മാറ്റി കൊടുക്കാൻ. ഈ സ്ഥലത്ത് കയറുമ്പോൾ ആളുകൾ പറയേണ്ട ഒരു മര്യാദയാണ്. എന്ത്? ഞാനിത് പറയുമ്പോൾ നമ്മുടെ മര്യാദകളൊക്കെ പാലിക്കണം. എന്നോട് രാഹുൽ ഈശ്വർ ചോദിച്ചു വെച്ച് ഈ ഗാന്ധിജിയുടെ കാര്യം ചോദിച്ചു. ഗാന്ധിജിയോട് നമുക്ക് പിണക്കുള്ള ആളൊന്നുമല്ല. ചോദിച്ച അവസാനം ഗാന്ധിജി സ്വർഗത്തിൽ പോകും. ഞാൻ പറഞ്ഞില്ല. എന്നെ പറയാൻ പേടിയുണ്ടോ? ചോദിച്ചോണ്ടല്ല, ചുമ്മാ ഒരു പ്രസംഗിക്കുമ്പോൾ ഗാന്ധിജി സ്വർഗത്തിൽ പോലെ പ്രസംഗിക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറയും ബൈബിള് പറയുന്ന സ്വർഗം ഗാന്ധിജിക്കില്ല. തർക്കമുണ്ടോ? ആർക്കുമില്ല. അതിനകത്ത് ചില യോഗ്യത പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ഉണ്ട്. ആ യോഗ്യത വെച്ച് അളക്കുമ്പോൾ ഗാന്ധിജിക്കില്ല. അതേ നല്ല മനുഷ്യനാകുന്ന കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല, ഒരു തർക്കമില്ല. ദൈവം വിട്ടുവീഴ്ച ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഉത്തരവാദിത്തമല്ല. പക്ഷെ എനിക്ക് തന്ന പ്രമാണം അനുസരിച്ച് ഇല്ലെന്ന് പറയാനേ വകുപ്പുള്ളൂ. ചുരുക്കത്തിൽ ഇപ്പൊ ഗാന്ധിജിയോടെന്ന് ഞാൻ പറയും, പാവങ്ങളേറ്റു പറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരത്തിനായിട്ട് കർത്താവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം, വിഗ്രഹാരാധന വെടിയണം. അങ്ങനെ പറയാനുള്ള വകുപ്പില്ല നമുക്ക് ഉണ്ട്. അത് വിണക്കമുണ്ടായിട്ടല്ല, വസ്തുത അങ്ങനെയാണ്. തിരുവഴുത്തിന്റെ ഘടന അങ്ങനെയാണ്. മുമ്പോട്ട് പോവാം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു സാമാന്യ രീതി അനുസരിച്ച് പറയണം, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു റോമാക്കൈസറുടെ നാമത്തിൽ അന്ന് ഒരു പൊതുസ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുകയോ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന ഏത് ഘട്ടത്തിലും ഇങ്ങനെ പറഞ്ഞേ തുടങ്ങാവൂ. റോമിലെ നിയമമാണ്, നിങ്ങൾ ഒരു കത്തെഴുതിയാൽ കത്തിന്റെ തുടക്കത്തിലെ ആശംസ റോമാക്കൈസറുടെ നാമത്തിലാക്കണം. കത്ത് തീർക്കുമ്പോൾ അതിലെ അനുമോദനം അല്ലെങ്കിൽ ആശീർവാദം റോമാക്കൈസറുടെ അനുഗ്രഹം നിന്റെ മേൽ ഇരിക്കുമാറാകട്ടെ. ഇങ്ങനെ വേണം. കേൾക്കുന്നല്ലോ? പ്രസംഗിക്കാൻ ഒരു തെരുവിൽ ഏത് വിഷയം പ്രസംഗിക്കാൻ നിന്നാലും രണ്ടുപേർ കണ്ടാൽ അഭിവാദ്യവും പ്രത്യഭിവാദ്യവും ചെയ്യുന്നത് റോമാക്കൈസറുടെ നാമത്തിലാകണം. പക്ഷെ അത് ചെയ്യാത്ത ഒരൊറ്റ കമ്മ്യൂണിറ്റി എന്നവരുള്ളൂ. അതാരാ? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു നാമേ ഉള്ളൂ പറയാൻ. സകല നാമത്തിനും മേലായ നാമത്തിന്റെ കാരണഭൂതനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം തള്ളുന്നു എന്ന് പറയാൻ പത്രോസിനും പൗലോസിനും അന്ത്രയോസിനും ഫിലിപ്പോസിനും അങ്ങനെ യേശുവിനാൽ വീണ്ടെടുക്കപ്പെട്ട ഇവർക്ക് മാത്രമേ ദൈവം ഉണ്ടായുള്ളൂ. അന്നത് കേട്ടാൽ ജീവനക്കത് തള്ളൂ. പ്രാണൻ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞതാ ഈ അനുമോദന ആശംസാ വാക്യങ്ങളൊക്കെ. നമുക്കതിനകത്ത് വിഷമമില്ലാത്തത് നമ്മൾ പല ഇതിന്റെ ആദ്യം കേൾക്കാൻ അവസാനം കേൾക്കാനും സാഹചര്യമില്ലാത്തവരാ. പ്രസംഗത്തിന്റെ ആദ്യമാണ് കർത്താവിന്റെ നാമത്തിലെ വന്ദനം. തിരുവ പറയും യേശുക്രിസ്തുവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഇത് രണ്ടും കേട്ടിട്ട് നാളെ പറയും. ഒത്തുകൊടുത്തോണ്ട് ഒരു ഓട്ടോ ആ സമയത്ത് വായി കൊടുത്തു. മനസ്സിലായോ? ഒരുപക്ഷെ അതായിരിക്കും അനുഗ്രഹം പലരെയും നഷ്ടപ്പെട്ടു പോകുന്ന. കാരണം എന്താ? ആദ്യം കേൾക്കുന്നില്ല, അന്തവും കേൾക്കുന്നില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല, വിശ്വാസമായി പരിണമിക്കുന്നില്ല ദൈവജനം. കാരണം അന്ന് പ്രാണൻ കളഞ്ഞ ആളുകൾ ഇത് പറയുന്നതും കേൾക്കുന്നതും നിയമവിരുദ്ധമായിട്ടാ അന്നിത് പ്രഖ്യാപിക്കുന്നത്. യേശുവിന്റെ കരുണയും ആശീർവാദവും നിങ്ങളുടെ മേലിരിക്കട്ടെ. നമ്മുടെ പണ്ട് ഈ CMS CSIയും തമ്മിൽ കേസുണ്ടായി. ഭയങ്കര കുറവാണ്. ഒരു വീട്ടിൽ അമ്മ കുടുംബമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന CSIയില് മക്കള് CMSയിലാണ്. ഭയങ്കര അടി നടക്കുന്ന കാലമാണ്. അമ്മ എത്തപ്പോ ഭയങ്കര തർക്കമായി. CMSന്റെ ബിഷപ്പും വന്നു, CSIയിലെ പ്രധാനികളും വന്നു, ചർച്ച മൂത്തു. അപ്പൊ ഇവരെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു പൊതുസ്ഥലത്തോട്ട് മാറ്റി. സർക്കിളും വന്നിരിക്കുക. സംഭാഷണം ശക്തിപ്പെട്ടപ്പോൾ സർക്കിൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ യോജിച്ചങ്ങ് ചെയ്യുക. ഞങ്ങൾ ഹിന്ദുവായ മനുഷ്യനാണ്, അപ്പൊ യോജിച്ചില്ല. അപ്പൊ ഈ CMSന്റെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ബിഷപ്പ് എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം ഇവര് പറഞ്ഞോട്ടെ, പുസ്തകത്തിന്റെ ആരാധനാക്രമം കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം 2-3 പേര് രണ്ടുപേര് പറഞ്ഞോട്ടെ, എൻ്റെ ഇത് മാത്രം ഞാൻ പറയും. എന്തെന്നാ ആശീർവാദം. സർക്കിളിന് മനസ്സിലായി, ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് പോകണം, പക്ഷെ ഇത്ര ഉള്ള കണ്ടീഷൻ, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു 3-4 പേരുണ്ട് നിങ്ങൾക്ക്, ഈ പുള്ളിക്ക് 2 ലൈനേ ഉള്ളത്, അവർ സമ്മതിക്കും. പ്രസിഡന്റ് ഇങ്ങനെ മൂത്തപ്പോൾ പറഞ്ഞു, ഇതെല്ലാം പുള്ളി പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഇത് മതി.
ഇപ്പൊ സർക്കിൾ അവിടെ ഓടിച്ചത് പുള്ളി പറയും, ഞാൻ ആദ്യം പറഞ്ഞ സാറിൻ്റെ ജീവിതം എന്ത് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരച്ഛനെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നം തീർന്ന് ശവം അടക്കിക്കൊള്ളാൻ പറഞ്ഞു. തർക്കം ഇങ്ങനെ നടക്കുമ്പോൾ ശവടൊക്കെ അവിടെ കഴിഞ്ഞു. അതേമാതിരി നിങ്ങൾ ഇനി എന്തെങ്കിലും ആയിക്കോ, ഞാൻ പോവാ, എനിക്കിത് കിട്ടുന്നില്ല, ഞാൻ പോയേക്കാന്ന് കാരണം പുള്ളി അങ്ങ് പോയി. കിടക്കാൻ ചെന്നപ്പോഴേക്ക് ആശീർവാദം കഴിഞ്ഞ ആളുകൾ ചായ കുടിയും കഴിഞ്ഞ് വീട്ടിൽ പോയി. നടന്ന സംഭവം അറിയിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ ആശീർവാദത്തിന്റെ വിലയും മൂല്യമാണ് ഞാൻ പറഞ്ഞു. പലത് കേൾക്കില്ല, പോവാ. സ്തോത്രം. അതിനുമുമ്പ് ഓടാൻ കാത്തു നിൽക്കുക. അപ്പൊ ആശീർവാദത്തിന് വിലയുണ്ട്, അതിന് അനുഗ്രഹമുണ്ട്, അതിലൊക്കെ ദൈവ സാന്നിധ്യമുണ്ട്. അത് വെറുതെ പറയുന്നല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാർത്ഥന 21 ദിവസം ഇരുന്നുണ്ട് ആശീർവാദത്തിന്റെ ഗുണവും വിലയും അതിന്റെ മൂല്യവും ഗ്രഹിച്ചു പോകും. ആദ്യം പറയുന്ന ആ അനുഗ്രഹ ആശംസാ വചനങ്ങളുടെ വന്ദന സ്വരത്തിന്റെ പ്രാധാന്യം ഗ്രഹിച്ചിട്ട് പോണം. ക്രിസ്തുയേശുവിന്റെ വന്ദനമാണ്. അതിൽ ദൈവത്തിന് മഹത്വമർപ്പിച്ച് മനുഷ്യനെ അഭിവാദ്യം ചെയ്യുന്ന മാതൃകാപരമായ രീതിയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വരാം, തിരുവചനത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ സ്ഥലത്തേക്ക് യേശുവിൻ എൻ്റെ ശിഷ്യന്മാരും വന്നു. ഈ സെയിം പ്ലേസിൽ വെച്ച് യേശു ഒരു ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച് ആർ എന്ന് പറയുന്നു? ഇതാ ചോദ്യം. കേട്ടല്ലോ, അതിൻ്റെ ഒരു പ്രയോഗമാണ്. യേശു തന്നെ തന്റെ വിലാസം പറഞ്ഞു കൊടുക്കുക, മനുഷ്യപുത്രൻ. എന്നിട്ട് ചോദിക്കുക ആരാകുന്നു എന്ന് പറയുന്നു. യേശുവിന് അനവധി പേരുണ്ട്. എന്തൊക്കെ പേര്? കർത്താവ് യേശു ക്രിസ്തു, കർത്താവ് യേശു, യേശു ക്രിസ്തു, അത്ഭുത മന്ത്രി, വീരനാന്തരി, ഇങ്ങനെ പല പേരുണ്ട്. ഇമ്മാനുവേൽ, അല്ലേ? ഇതിൽ യേശു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പേര് മനുഷ്യപുത്രൻ. ശരിയാണോ? ശരിയാണോ? യേശു ആരോടും ചോദിച്ചാൽ എന്താ പറയുന്നത്? മനുഷ്യപുത്രൻ. എന്താ പേര് ഇഷ്ടപ്പെടാൻ കാരണം? തന്നല്ല പിശാചിനെ ശാസിക്കേണ്ടി വരുമ്പോഴും ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുപോകാനല്ല നമ്മൾ പറഞ്ഞേക്കുന്നത്. നസ്രയനായ ലോക്കൽ അഡ്രസ് അതെന്നെ ചോദിച്ചങ്ങ് പറഞ്ഞാൽ മതി. ലോക്കൽ അഡ്രസ് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ, അല്ലാതെ പ്രപഞ്ച സീമകളെ മുഴുവൻ സൃഷ്ടിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയാതെ ഒരു ലോക്കൽ അഡ്രസ് വന്നു തോന്നുന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്ക്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ. ഇതിന് ചെറിയ വിലാസവും ഈ പേര് യേശു ഇഷ്ടപ്പെട്ടെ അത് വരുന്ന വഴിക്ക് നമുക്ക് മനസ്സിലാക്കാം. സന്തോഷമല്ലേ? അപ്പൊ മുമ്പോട്ട് പോകാം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ആ എൻട്രൻസ് അങ്ങോട്ട് കയറുമ്പോൾ കാവൽ നിൽക്കുന്ന ആളുകൾ പറയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ അകത്തേക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ യേശു ശിഷ്യന്മാരും പറയുമോ നിനക്കും സ്വാഗതം എന്ന് പറയുമോ? ഒന്നും പറയില്ല. ആ നാവിൽ നീ സ്വരം വരത്തില്ലെന്ന് മാത്രമല്ല, കൂടെ വരുന്ന ശിഷ്യന് പേടിയുണ്ടെങ്കിലും മുമ്പിൽ പോകുന്ന യേശു ആയതുകൊണ്ട് അറിയാത്തൊരു ധൈര്യം അവനും കിട്ടും. നിർണായകങ്ങളായ ചില സ്ഥലങ്ങൾ കടക്കാൻ നമുക്കും ഭയം വരും. ഒറ്റ വഴിയുള്ളൂ, ഭയമില്ലാത്തവന്റെ കൂടെ പൊക്കോണം. അവന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും അറിയാത്തൊരു ധൈര്യം. തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഘട്ടമൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ നിശ്ചയദാർഢ്യമുള്ള ഒരുവന്റെ നായകനായി മുമ്പിൽ പോകുമ്പോൾ ഒരു ധൈര്യം അറിയാതെ കിട്ടും. അതുകൊണ്ടാ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് എനിക്കെങ്ങനെ ഇതൊക്കെ സാധിച്ചു. അപ്പോൾ അറിയണം, എനിക്ക് സാധിപ്പിക്കുന്നവൻ മുമ്പിൽ പോയവന്റെ ബലം കൊണ്ടാണ് എനിക്ക് സാധിച്ചത്. അതുകൊണ്ട് അന്തസ്സോടെ ഇത്രയും പേര് പോയി. എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്റലിജൻസ് അവിടെ നിന്ന് രേഖ എഴുതുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വന്ദനം പറയാത്തവൻ ആരൊക്കെയാ, കൈസറെ ധിക്കരിച്ചവൻ ആരൊക്കെയാ, രേഖയൊക്കെ എഴുതി അങ്ങോട്ട് വരപ്പോൾ യേശുവിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇനി നാട്ടുകാരെന്ത് പറയുന്ന ചോദ്യമില്ല, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. എന്തിനാ ഈ ചോദ്യം ചോദിക്കാൻ ഇവിടെ കൊണ്ടുവന്നേ? അതിന് കാരണമുണ്ട്. യെരൂശലേം ദേവാലയത്തിന്റെ മുമ്പിലോ പലസ്തീനിയായ ഏതെങ്കിലും മറ്റൊരു മണ്ഡലത്തിലോ ഗലീലിയായുടെ കടൽത്തീരത്തോ നിന്നുകൊണ്ട് ഒരുവൻ വിളിച്ചു പറയുക നീയാണ് എന്റെ രക്ഷിതാവെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം കേൾക്കുന്നവർക്കൊക്കെ മച്ചിയാരാ എന്താന്നൊക്കെ മനസ്സിലാകും. പക്ഷെ ഇത് ശത്രുവിന്റെ തട്ടകമാണ്. ഇത് പിശാചുക്കളുടെ ആവാസ കേന്ദ്രമാണ്. ഇത് കൈസർ നാമത്തിൽ ദിനം പ്രതി യാഗം നടക്കുന്ന ഇടമാണ്. ഈ സ്ഥലത്ത് വന്നിട്ട് യേശു ചോദിക്കുക നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അസാമാന്യ സമർപ്പണമില്ലാത്തവന് അവന്റെ നാവ് പൊങ്ങാത്ത ഒരിടത്തേക്ക് യേശു കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുക ആരാണ് ഞാൻ ഇപ്പോൾ പറയണം. പറ്റുമോ? ഇവിടെ വെച്ച് പറയണം. അതാ
അതാ എനിക്കറിയേണ്ടത്. ഇവിടെ ശത്രുവിന്റെ തട്ടകത്തിൽ കിടന്നിട്ട് നീ പറ ഞാൻ ആരാണ്. അതാ സത്യത്തിൽ ആരാധന. ഹല്ലേലൂയ. സമൂഹമധ്യ യേശുവിനെ തള്ളിപ്പറയാത്ത കറക്റ്റായ നിശ്ചയദാർഢ്യമുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ നിർണായകമായ ഇടത്തേക്ക് യേശു കൊണ്ടുപോകുമ്പോൾ ആശങ്ക വേണ്ട. നാഥ, അവിടെ ചെന്ന് ഞാൻ പറയും നീ എന്റെ ആരാ, നീ ആരാ. ആ സത്യം ഉലകത്തോട് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമിതാണെങ്കിൽ ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇവിടെ വെച്ച് ഞാൻ പറയാ നീ ആരാ. ഇവിടെ ഞാൻ പറയാം. സ്തോത്രം. ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത്. ഞാനൊരു സ്ഥലമേ നിങ്ങളെ കാണിച്ചുള്ളൂ. അറിയാം, കൈസറുടെ ശില്പമുള്ള സ്ഥലം. നീ ഇവിടുന്ന് ഒരു അല്പം അങ്ങോട്ട് മാറിയാൽ മറ്റൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദേവന്റെ പ്രതിഷ്ഠയുണ്ട്. ഗ്രീക്ക് ദേവനായ പാൻ. എങ്ങനെയാ? പാൻ ഗാഡെന്നൊക്കെ നമ്മളുണ്ട് അല്ലേ? ഇതൊരു പാൻ ദേവൻ. പാനിയാക്ക് എന്നാണ് ആ ടെമ്പിളിന്റെ പേര്. ഈ പാനിയാക്ക് നീളമുള്ളൊരു ഗോപുരമാണ്. ഇതിനകത്തൊരു ദേവന്റെ പ്രതിഷ്ഠ, ഗ്രീക്ക് ദേവന്റെ പ്രതിഷ്ഠയാണ്. അവിടുത്തെ രീതി, ആരാധകരവിടെ ചെന്നിട്ട് പണം വാരി പാനിയാക്കിൻ്റെ ഈ ടെമ്പിളിലെ ഭണ്ഡാരത്തിലിടണം. എന്നിട്ട് ഈ മേൽവസ്ത്രം ഒഴിഞ്ഞു കളഞ്ഞ് ഇതിന് ചുറ്റും ഒന്ന് ഉരുളണം. ചരലിനെ മണ്ണിൽ കൂടി ഉരുണ്ട് കഴിഞ്ഞ് അരികിൽ വരുമ്പോൾ അവരുടെ പുരോഹിതൻ ചോദിക്കും, നിങ്ങൾ പണം വാരി ഇതിലേക്കിട്ട് ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞപ്പോൾ ഈ ഗോപുരത്തിനൊരു മാറ്റമുണ്ടായി, കണ്ടോ? ഇല്ല. ആ ഗോപുരം മുകളിലേക്ക് വളരും. ഓരോ തവണ പണമിടുമ്പോൾ തന്നെ വളരുന്ന ഒരു ഗോപുരം. അവരുടെ വിശ്വാസമാണ് വളരുന്നൊരു ഗോപുരം. എങ്ങോട്ടാണ് വളരുന്നേ? മുകളിലേക്ക്. ഒപ്പം താഴേക്കും ഇത് വളരും, ഭൂമിക്കടിയിലോട്ട്. അത് പിന്നെ എനിക്കും വിശ്വാസമുണ്ട്. ഐസക് ന്യൂട്ടൻ കഴിച്ച ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? അവസാനം എല്ലാം കൂടെ താഴോട്ട് ഇരിക്കും. ഐസക് ന്യൂട്ടൻ പറഞ്ഞില്ലല്ലോ, അതെനിക്കറിയാം. എന്താ കാര്യം? പൈസ ഇട്ടില്ലെങ്കിലും കൊള്ളാം, ഇട്ടാലും കൊള്ളാം, കാറ്റടിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, അവസാനം ഇതൊക്കെ ഇങ്ങോട്ട് പോകും. ഇപ്പൊ ആപ്പിള് താഴെ വീണ ന്യൂട്ടൻ എഴുതണമെന്നില്ല, നമുക്കും അറിയാതെ. എല്ലാം കൂടെ താഴോട്ട് ഇരിക്കും അല്ലേ? ഇവർ താഴോട്ട് വളരുമെന്ന് പറയാൻ കാരണം, ഈ ഗോപുരം ഒരു കുടൽ കണക്കെ താഴോട്ട് വളരുന്നത് പാതാളത്തിലെത്താനാണ്, മുകളിലേക്ക് വളരുന്നത് സ്വർഗത്തിലെത്താനാണ്. അപ്പൊ പാതാളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ ഇതിനകത്ത് ഈ ടണൽ വഴി, കുഴൽ വഴിയോടെ ചെല്ലും സ്വർഗത്തിൽ. അതിന് ഇന്ന് തുടങ്ങി അല്ലെന്ന് മനസ്സിലായോ പണി? പിടികിട്ടിയോ? അതിനുള്ള പ്രാർത്ഥന, അതിനുള്ള പരിപാടിയില്ല. കിഴുക്കും മണിയും ചെല്ലും ചെലുത്തു വന്ന് ഇന്ന് തുടങ്ങിയതല്ല. അങ്ങ് ഗ്രീസിൽ നിന്ന് കടമെടുത്താണ്. പാനിയാക്കിന്റെ ടെമ്പിളിൽ നിന്ന് കിട്ടിയ ദുരാചാരമാണ് പലരും കൊണ്ടു നടക്കുന്നത്. ഇതങ്ങ് ചെല്ലും. പൂർവികരെ സ്വർഗത്തിൽ വിടുവാനുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി പാനിയാക്കിന്റെ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ ഉരുണ്ടിട്ട് പണം വാരി ഭണ്ഡാരത്തിലിടണം. പുരോഹിതൻ ചോദിക്കും, കണ്ടോ, നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞ് പണം കൂടി ഇട്ടപ്പോൾ ഈ ദേവാലയം മുകളിലേക്ക് വളർന്നു, കണ്ടോ? ഉരുണ്ടവൻ കണ്ണം പിടിച്ച് മുകളിലോട്ട് വന്നത് ഇല്ല, എന്നൊന്നും കൂടുതലാട്ടെ. അവൻ ഒരു തവണ ഞങ്ങൾ ഉരുണ്ടു, കുറെ പൈസ ഇട്ടു, കണ്ടോ? ഇല്ലല്ലോ, എന്നാ ഒന്നുകൂടെ ഇട്ടു. ഒരു 2-3 ട്രിപ്പ് ആകുമ്പോൾ അവൻ തന്നെ പറയും, ആ വളർന്നു വളർന്നു വളർന്നു. ആരും പറഞ്ഞു പോകും അതാ കാര്യം. പിന്നെ വീട്ടിൽ പോകണ്ട, അവന് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? വളർന്നു, നല്ലപോലെ വളർന്നില്ല, ഒന്നുകൂടെ ഉള്ളൂ. ഇല്ല മതി, നല്ലപോലെ വളർന്നു. ഇങ്ങനെ ദുരാചാരങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു പാനിന്റെ ദേവാലയം. ഇതിനെ വിളിച്ചൊരു പേരുണ്ട്, പാതാള ഗോപുരം. അപ്പൊ യേശു നിൽക്കുന്ന എവിടാ? പാതാള ഗോപുരം അപ്പുറത്ത്. ഇപ്പുറത്തെവിടാ? റോമാ കൈസറുടെ ദേവാലയം. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു ഒരു ചോദ്യം, നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയും? ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ എന്നൊന്നും പറയാതെ, ഭാര്യയോടുകൂടി ആലോചിക്കട്ടെ. എനിക്ക് അല്പം കൂടെ നേരം തരണം ആലോചിക്കാൻ. എന്നൊന്നും പറയാതെ ഒരു പാവപ്പെട്ടവൻ ചാടിക്കരി ഒരാക്രമണം പോലെ പറയും, ഗുരു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്തൊരു അറിവാ, എന്തൊരു സാഹിത്യ ഭംഗിയുള്ള പ്രയോഗമാ, എന്തൊരു ആത്മീയ ആഴമുള്ള പ്രയോഗമാ.
തിയോളജിയിലായിരുന്നു ദൈവശാസ്ത്രജ്ഞൻ ഒന്നും പറയാൻ കഴിയാത്ത ആഴമേറിയ ചിന്ത. എന്തൊക്കെയാ ചെയ്തു വെച്ചത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ജീവനില്ലാത്ത ഒരു പാനിയാക്കിന്റെ പ്രതിഷ്ഠയുണ്ട്, അതിനപ്പുറത്ത് തകർന്നടിയാൻ കാത്തിരിക്കുന്ന ഒരു ശിലാസ്തംഭമുണ്ട്. അതൊക്കെ കണ്ടിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കടന്ന ദൈവമനുഷ്യൻ പറയുക, നീ നിസാരമല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നിന്നെപ്പോൾ ഒരുവനുമില്ല, നിനക്ക് തുല്യനായ ഒരുവനുമില്ല, നിന്നോട് സാദൃശ്യപ്പെടുത്താൻ ഉയർന്ന ഒരുവനുമില്ല. നീ മാത്രം നീ മാത്രം മുന്നെടുപ്പുകാരൻ, നീ മാത്രം ശ്രദ്ധ, നിനക്ക് തുല്യനായി ആരംഭിക്കുക. ഹല്ലേലൂയ. അപ്പൊ ചുരുക്കത്തിൽ ഇതിലും വലിയൊരു ആരാധനയുണ്ടോ? പത്രോസ് അനുഭവിച്ച ആത്മീയ തൃപ്തി, അതുവഴി യേശുവിന് കിട്ടിയ ആനന്ദം, ആരാധിക്കുന്നവനും ആരാധന കൈക്കൊള്ളുന്നവനും അനുഭവമായ ഉത്കൃഷ്ടമായ ഒരു മണ്ഡലത്തിലേക്ക് ഉയരുന്ന, മനുഷ്യന്റെ വാക്കിൽ കൊണ്ട് വിശദീകരിക്കാനാവാത്ത സുഖകരമായ അനുഭൂതിയിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് ലയിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് നമ്മളിവിടെ കണ്ടത്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇവിടെ നിന്ന് പറയുമ്പോ ദുഷ്ടശക്തികളുടെ അധിനിവേശ മേഖലയിൽ, നാമധേയ ആരാധനയുടെ തറവാട്ട് ഭൂമിയിൽ ഗ്രീക്കുകാരുടെ ആരാധന മൂർത്തികളെ വന്ദിക്കുന്ന ശബ്ദം അന്തരീക്ഷ മണ്ഡലത്തിൽ പ്രസരിക്കുന്നുണ്ട്. മാന്ത്രിക ശബ്ദങ്ങളുടെ പ്രചരണമുണ്ട്. ഈ ജാതീയ ദുരാചാരങ്ങൾ അന്തരീക്ഷത്തിൽ മന്ത്രധ്വനികളായി പ്രസരിക്കുന്നുണ്ട്. പക്ഷെ അവയൊക്കെ കാലം അവഹരിച്ചില്ലായ്മ വരുത്തിയപ്പോൾ ആ അന്തരീക്ഷത്തിൽ ഗലീലിയ കടൽത്തീരത്ത് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഒരു സാധു മനുഷ്യൻ, ആരോടും ആലോചന ചോദിക്കാതെ, ജഡരംഗത്തോട് ചോദിക്കാതെ, ആരുടെയും പാദാന്തിയിരുന്ന് പഠിക്കാതെ ഉദ്ധരിച്ച വചനം ഇതാ തിരുവഴുത്തിൽ സ്ഥാനം പിടിച്ചെങ്കിൽ കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രവൃത്തികൾ നിലനിൽക്കും. ഒരു ജീവിതമേ ഭൂമിയിലുള്ളൂ. യേശുവിന് വേണ്ടി ചെയ്തത്, യേശുവിന് വേണ്ടി പ്രസംഗിച്ചത്, യേശുവിനായി പഠിപ്പിച്ചത്, യേശുവിനായി ജ്വലിപ്പിച്ചത്, അത് മാത്രം നിലനിൽക്കുമെങ്കിൽ നിന്റെ പ്രവൃത്തി ഒന്നും വ്യർത്ഥമല്ല. ഒരു പ്രവൃത്തിയും വ്യർത്ഥമല്ല. ഈ കരങ്ങൾ തുറന്ന് ചിലവഴിച്ചപ്പോൾ, കരമടിച്ചവനെ ആരാധിച്ചപ്പോൾ, നാവുയർത്തിയവനെ സ്തുതിച്ചപ്പോൾ, ജീവിതം അവന് സമർപ്പിച്ചപ്പോൾ കണ്ടി വിലമതിക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ അറിയുന്ന ദൈവം ഒരു കാര്യം ഉറപ്പിച്ചു, നിന്റെ ശബ്ദം കാലത്തെ അതിജീവിക്കണം, നിന്റെ ശബ്ദം കരുത്തത്തെ അതിജീവിക്കണം, ഈ പുസ്തകത്തിൽ തൻകരുവികളിൽ സ്ഥാനം പിടിക്കണം എന്ന് ഉറപ്പിച്ചവരെയാ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. നിനക്ക് നിലയും വന്നത് യേശുവിനെ സ്തുതിച്ചപ്പോഴാണ്. യേശുവില്ലെങ്കിൽ നീ ഗലീലിയ കടൽപ്പുറത്തെ ഒരു വട്ടപ്പൂച്ചുവാ. യേശുവില്ലെങ്കിൽ നീ നിരാശന. യേശുവില്ലെങ്കിൽ നിന്റെ ജീവിതം എന്നേക്കും തകർന്നതാ. നിനക്ക് ജീവിതത്തിൽ ബഹുമാനം കിട്ടിയത് യേശു വന്നതുകൊണ്ടാ. നിന്റെ ജീവിതത്തിൽ ബലം കൈവന്നത് യേശു വന്നതുകൊണ്ടാ. നിനക്ക് വിലയും നിലയും പദവിയും വന്നത് യേശു വന്നതുകൊണ്ടാ. നിന്നെ ആരെങ്കിലും ബഹുമാനിച്ചു തുടങ്ങിയത് യേശു വന്നതുകൊണ്ടാ. നിന്റെ കഴിവായിരുന്നില്ല, നിന്റെ ശ്രേഷ്ഠതയായിരുന്നില്ല, നിന്റെ കുലമഹിമയായിരുന്നില്ല. യേശു നിന്നിലേക്ക് വന്നതാ. യേശുവിനെ നീ അറിഞ്ഞതാ, ആ നാമത്തെ ഉയർത്തിയതാ. എന്റെ പദവി, നിന്റെ പദവി, നിന്റെ അനുഗ്രഹമെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉയർത്തി പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നിനക്ക് തുല്യനായ ആരുമില്ല. നിന്നോട് സമരസപ്പെടുത്താൻ ഉലകത്തിനൊരു ശക്തിയാണ്. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ആഴത്തിൽ പഠിക്കാനുണ്ട്. പത്രോസ് ഇത്രയും പറയുമ്പോൾ യേശുവിന്റെ പ്രഖ്യാപനം രസകരം. യേശു പത്രോസിനെ വിളിക്കുക, ബെറിയുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ. ഭാഗ്യവാൻ, നമ്മുടെ പരിഭാഷ കുഴപ്പമില്ല. നീ കൃപയുള്ളവൻ. പിന്നെ എങ്ങനെ നടക്കുന്നു? ഈ ജഡരക്തം എന്നതൊരു നല്ല പ്രയോഗമല്ല. ശരി പരിഭാഷ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ്. അപ്പൊ ശരി പരിഭാഷ എങ്ങനെ പറയണം? ബെറിയുഹാനാ ശിമോൻ, നീ കൃപയുള്ളവൻ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് ബോധ്യപ്പെടുത്തിയത്. അതിലേക്കെന്ന് വരാം. ഇവിടെ പത്രോസിന്റെ ഒരു ഔദ്യോഗിക പേരാണ് യേശു വിളിക്കുന്നത്, അല്ലേ? അങ്ങനല്ലേ? പത്രോസിനെ ഇമ്മ വിളിച്ചോ? എങ്ങനെ വിളിച്ചേ? യോഹന്നാന്റെ പുത്രനായ ശിമോൻ. ഇങ്ങനെ വിളിക്കോ? ഇങ്ങനെ വിളിക്കോ ആരെങ്കിലും?
അടുത്ത് പറഞ്ഞപ്പോൾ ഒരാൾ പറയും, കമ്മിറ്റിയിലൊക്കെ ഇങ്ങനെ പലപ്പോഴും വിളിക്കുന്നത്, കൗൺസിലിംഗ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴേ വിളിക്കുന്നൊരു ഘട്ടമുണ്ട്. എപ്പോഴാണ് ഔദ്യോഗിക രേഖകളിൽ ഈ പേര് ചേർത്താണ് നമ്മളെ വിളിക്കുന്നത്. പാസ്പോർട്ടിലൊക്കെ അനിൽ കൊടുത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റേ കയറ്റിയല്ല. അപ്പൻ്റെ പേര് കുട്ടി പാസ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ പേര് രാജാവിൻ്റെ പേരാണ്, ഞാൻ മിണ്ടുന്നില്ല. എൻ്റെ അവസ്ഥയെ ആ പേരും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്തതുകൊണ്ട് അപ്പനോടുള്ള ആദരവിൻ്റെ കുറവല്ല, അതുകൊണ്ട് അവരോട് ചേർത്ത് വെച്ചിരിക്കുക. ഏതായാലും ഈ ഔദ്യോഗിക പേര് വിളിക്കേണ്ട ചില ഘട്ടമുണ്ട്. ഉദാഹരണം, ഒരു കല്യാണം നടക്കുക തിരുവനന്തപുരം ജില്ലയിൽ, കറക്റ്റ് ആയിരിക്കില്ല ഞാൻ പറയുന്നത്, കാട്ടാക്കട താലൂക്കിൽ പേരൂർക്കട വില്ലേജിൽ പ്ലാങ്കുട്ടത്തിൽ വിൻസെന്റ് മകൻ തോമസ്, എണീക്കല്ലേ ഈ തക്ക നോക്കി, അവസരമാണല്ലോ എന്ന് കരുതി എണീക്കാൻ പറയാ, എന്ത് പേരായ ഈ പെണ്ണിനെ വിളിച്ചതുപോലെ നമ്മൾ ചോദിക്കും, ഇവരെ തമ്മിൽ കൂടിച്ചേരുന്നതിന് ന്യായമായിട്ട് വല്ല തടസ്സമുണ്ടോ? അതിന് നമ്മൾ സ്പീഡിൽ അങ്ങ് ചോദിച്ചു വിടുക. കാരണം ബുദ്ധി ശിശുക്കളാകരുതെന്നാണല്ലോ വചനം. എല്ലാം ചോദിച്ചു കഴിഞ്ഞ് കൈ പിടിച്ച് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മൾ പിരി, അങ്ങനല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഈ പെണ്ണ് ഒരു ചായയൊക്കെ ആയിട്ട് ചെന്ന് ഇങ്ങനെയാണോ വിളിക്കുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ കാടാക്കട താലൂക്കിൽ, അങ്ങനെ വിളിക്കോ? വിളിച്ച അവളെ ആക്കണ്ട താഴ്ക്കണം, പയ്യൻ രക്ഷപ്പെട്ടു, പെട്ടെന്ന് മാറ്റിക്കണം അവളെ. വേറെ ഒന്നും നോക്കല്ലേ, ഒന്നും വിളിക്കരുന്ന, പക്ഷെ അവളെ മാറ്റണം. കഥ ഇതെന്തിനാ ഈ പേര് തന്നെ? അവള് വല്ല സണ്ണിച്ചാ ബാബുച്ചാന്നൊക്കെ പിന്നെ വിളിക്കും. ഇല്ല, കാരണം എന്താ? സണ്ണിച്ചാനാ ബാബുച്ചാനാന്ന് പറഞ്ഞ കല്യാണം നടത്തും നമ്മള്, അല്ലേ? നമ്മളൊരു സണ്ണിച്ചാൻ പോയി വീട്ടിൽ ഇനി തോമസ് കുട്ടിയോടെ നിൽക്കാൻ പറ്റും. നമുക്ക് ഒഫീഷ്യൽ പേര് വേണം. ഇവിടെ രേഖ എഴുതണോ, രേഖയിലെ പേര് ഒറിജിനൽ ആയിരിക്കും. അങ്ങനെയാ. അല്ലെ പിന്നെ പറയാ സണ്ണിക്കുട്ടി എന്ന് വിളിപ്പേരുള്ള കുരുള്ള ചാപ്പൊന്നും എഴുതാൻ കുഴപ്പം. പോലീസൊക്കെ അങ്ങനെ കേസ് എഴുതും. ഇരട്ടപ്പേരുള്ളവരൊക്കെ കാണുമല്ലോ, ആ പേര് ചേർത്തിട്ട് ഒറിജിനൽ പേര് എഴുതും. രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ കേസ് വാദിക്കുന്ന കോടതിയിലും അത് മാറിപ്പോവും. അത് ഞാനല്ലെന്ന് മറ്റാൻ പറയും. വിളിക്കോ, ഇരട്ടപ്പേരിട്ട് വിളിക്കുക, റിപ്പർ ചാപ്പോ എന്ന് വിളിച്ചെന്ന് കൂട്ടിക്കോ. പുള്ളി പറയും, എനിക്ക് എൻ്റെ അപ്പൻ അങ്ങനെ പേരൊന്നുമില്ല, വേറെ ആരാ വേറെ വിളിക്കാൻ പറയും. പോലീസ് ഒരുങ്ങും. അനന്തരം റിപ്പർ എന്ന് വിളിപ്പേരുള്ള ചാക്കോ മകൻ ഇങ്ങനെ എഴുതുള്ളൂ, അങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷെ കർത്താവ് ഇങ്ങനെ ഈ പത്രോസിന്റെ അപ്പനെ അത് വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാ അപ്പന്റെ പേര് കൂട്ടി വിളിച്ചേ? ഇത് പറയാനാവും. ഇപ്പോൾ കർത്താവ് വിളിച്ചത് പത്രോസിന്റെ ആധാർ കാർഡിലെ പേരാ, പാസ്പോർട്ടിൽ കിടക്കേണ്ട പേരാ. അങ്ങനെ വിളിച്ചേ, ബെറിയുഹാന ശിമോൻ, നീ കൃപയുള്ളവൻ. എന്താ ഇങ്ങനെ വിളിക്കാൻ കാരണം? ഇതൊരു ഔദ്യോഗിക ചുമതല കൈമാറാൻ പോവാ. രണ്ട്, അല്പം മുമ്പ് പത്രോസ് യേശുവിന്റെ ഔദ്യോഗിക സ്ഥാനപ്പേരാ വിളിച്ചത്. എന്താ വിളിച്ചത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ കർത്താവ് വിളിച്ചു, നീ ബെറിയുഹാന ശിമോൻ, യോഹന്നാന്റെ പുത്രനായ ശിമോൻ. അതിന്റെ അർത്ഥം, അല്ലയോ പത്രോസേ, ഞാൻ അവിടുന്നുള്ളവൻ. പത്രോസേ, നീ ഇവിടുന്നുള്ളവൻ. ഞാൻ അനശ്വരനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിൽ നീ തകർന്നടിയാൻ കാത്തിരിക്കുന്ന, മണ്ണിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ഒരു കേവല മനുഷ്യൻ. ഞാൻ സ്വർഗീയ മഹിമ കഴിഞ്ഞ് താണലോകത്തിലേക്ക് വന്നവൻ. അവിടെ ഇരുന്ന ഞാനും ഇവിടെ തകരേണ്ട നീയും എന്നെയും നിന്നെയും ഇതാ ഇരുപ്പിന്റെ കൈശയിൽ ഒരുവർ ഒരുമിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ പേരാണ് കൃപ. കൃപ, കൃപ. നീ കൃപയുള്ളവൻ, നീ ഭാഗ്യവാൻ. ജഡവും രക്തവുമല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങളതിലേക്ക് ദൈവത്തിന്റെ വഴികളെ ഞാനും നീ യേശുവിനെ അനുഗമിക്കാൻ കാരണം സൺഡേ സ്കൂൾ പഠിച്ചതല്ല, പ്രാക്ടി കിട്ടിയത് കൊണ്ടല്ല, മറ്റേതെങ്കിലും അറിവല്ല. അന്തരാത്മാവിൽ എവിടെയോ തമ്പുരാൻ ഇടപെട്ടോ. ആ ചെറിയ വെളിച്ചത്തില ഏതൊരാൾക്കും പിടിച്ചിരിക്കാൻ സാധിക്കില്ല. ക്രിസ്തു ആരെന്ന ബോധ്യം ഉള്ളിലുള്ളവർക്ക് ജയകരമായ നിത്യജീവിതം നയിക്കും. അത് കർത്താവ് എടുത്തു തെളിയിക്കുക. ജഡവും രക്തവുമല്ല ഇത് വെളിപ്പെടുത്തുന്നത്.
ഈ ജഡം എന്ന് പറയുന്നത് നമ്മൾ ഈ മലയാളികൾ ധരിച്ചു വെച്ച ഒരർത്ഥത്തിന് അപ്പുറത്തിന് അർത്ഥമുണ്ട്. പ്രാകൃതൻ എന്നൊരു പദമുണ്ടോ, നമ്മൾ തെറ്റായ അർത്ഥം ആഗ്രഹിക്കുന്നത്. നാച്ചുറൽ മാൻ, സാധാരണക്കാരൻ എന്നതിന് അർത്ഥമുള്ളൂ. ആത്മീയൻ, പ്രാകൃതൻ. അപ്പം അതിൽ സാധാരണ മനുഷ്യൻ എന്നേ അർത്ഥമുള്ളൂ. ഈ ജഡം എന്ന് കേട്ടാൽ നമ്മൾ മോശപ്പെട്ട അർത്ഥം എടുക്കണ്ട. ജഡത്തിന് അതിൻ്റെ കുറേ ക്വാളിറ്റി ഉണ്ട്, ദോഷമുണ്ട്, ക്വാളിറ്റി ഉണ്ട്, ഇല്ലേ? നമ്മൾ ഈ പരസ്പരം അറിയുന്നത് ആത്മാവിലാണ്, ജഡത്തിലറിയുന്നത്. നിങ്ങൾ അതിൽ കൊടുത്തോട്ടോ എന്ന് എന്നെ വിളിച്ചത് എൻ്റെ ആത്മാവിനെയാണോ വിളിച്ചത്? പാസ്റ്റർ വന്ദനം എന്ന് പറഞ്ഞ ആരോടാ? ആത്മാവിനോടാണോ? ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞ ആരാ? ഞാൻ എടുക്കാൻ പറയുമ്പോൾ ഇങ്ങനെയോടല്ലേ പറഞ്ഞ ആത്മാവിനോടാന്ന് പറയുമോ? ചെയ്യോ? നമുക്ക് പരസ്പരം ഈ ജഡം കൊണ്ടേ അറിയത്തുള്ളൂ. അത് നിസ്സാരമല്ല. ജഡത്തിന് ചില ക്വാളിറ്റി ഉണ്ട്. ജഡത്തിന്റെ അത്തരം ചില കഴിവുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിലെത്തിയത്, അഗ്നി 5 മിസൈൽ പരീക്ഷിച്ചത്. ജഡത്തിന്റെ കഴിവുകൊണ്ടാണ് മനുഷ്യൻ ആകാശത്തിന്റെ ആഴങ്ങളും ഉയരങ്ങളും ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പം ജഡത്തിന്റെ കഴിവാണ്, ശരിയല്ലേ? ജഡത്തിന് ഒത്തിരി കഴിവുണ്ട്. ആ അറിവുണ്ടാ നിങ്ങൾ BSc MSc MAയും B.Ed ഒക്കെ എടുത്തെന്തുണ്ടാ? ആ ശരീരത്തിന്റെ കഴിവാണ്. അതോട് ചേർന്നുള്ള ബുദ്ധിയുടെ പ്രസരണമാണ്. നിസാരമല്ല. പക്ഷേ യേശു ദൈവപുത്രനാണെന്നറിയാൻ ആ അറിവ് പോരാ. ആ അറിവ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അറിവ് കുറവൊന്നുമല്ല, പക്ഷെ യേശു ദൈവപുത്രനാണെന്നറിയാൻ അതൊരു യോഗ്യതയല്ല. വിളിക്കുന്ന നിങ്ങളിൽ ഏറ്റവും വിദ്യാസമ്പന്നനായ ഒരാളുണ്ടെങ്കിൽ അത് യേശുവിനെ അറിയാൻ ഒരു യോഗ്യതയേ അല്ല. ഞാൻ തീരെ അറിവില്ലാത്ത ഒരാളാണ്, എനിക്കൊരു വിവരവും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യേശുവിനെ അറിയാൻ അതൊരു അയോഗ്യതയോ അല്ല. അത് യോഗ്യതയോ അയോഗ്യതയോ അല്ല. അതുകൊണ്ട് ജഡമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, രക്തവുമല്ല. രക്തത്തിനുമുണ്ട് ചില പാരമ്പര്യ ഘടകങ്ങളുടെ ഗുണമോ ദോഷമോ, ഇല്ലേ? ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ തലമുറകളുടെ മാറിക്കിട്ടിയ ഒത്തിരി ഗുണങ്ങളില്ലേ, ഇല്ലേ? നമ്മുടെ സംഭാഷണം, ശൈലി, ജീവിതത്തിലൊക്കെ ഈ മാതാപിതാക്കളുടെ ഒത്തിരി ഗുണവും ദോഷവും ഒക്കെ വന്നു ഭവിക്കും. ദോഷമാണെങ്കിൽ അതിനെ അതിജീവിക്കണം, ഗുണമാണെങ്കിൽ പിന്തുണയ്ക്കണം, സത്യസന്ധത, ഇതൊക്കെ പൈതൃകമാണ് കുറേയൊക്കെ, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോ ഒരു നല്ല അഭിനേതാവിൻ്റെ മകൻ അതുപോലൊരു അഭിനേതാവാകുന്നു, രാഷ്ട്രീയക്കാരൻ്റെ മകൻ അതിലും നല്ല ഒരു രാഷ്ട്രീയക്കാരനാകുന്നു. അതൊക്കെ രക്തത്തിൻ്റെ കഴിവല്ലേ, അല്ലേ? നിങ്ങൾക്കത് പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാകത്തുണ്ട്. ഒരു നെഗറ്റീവായ കാര്യം പറയാം. യേശുദാസന്റെ മോനാണ്, അവൻ പാടും, അത് നല്ല അർത്ഥമാണ്. മോശപ്പെട്ട അർത്ഥം പറയാം. വീരപ്പന്റെ മകനായി ഒരുവൻ ജനിച്ചോ, അവൻ ചന്ദനം വിട്ടു. ഞാൻ വിശ്വാസത്തിൽ വന്നോ ചന്ദനം വിട്ടിയ കഥ പറഞ്ഞുകൊണ്ട് കിടക്കും. അവനത് വിടാൻ പറ്റിയത് എന്ത് ചെയ്താ? ചെറിയ ആളുകൾ അർത്ഥം വിശ്വാസി വന്നാൽ ഈ പഴയ കഥ പറഞ്ഞ എപ്പോഴും പിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഭോഷനെയൊന്നും വേദി കെട്ടിയേക്കല്ലേ. പൗലോസിൽ എന്താ പറഞ്ഞത്? ഞാൻ അറിയാതെ ചെയ്യുകയാൽ എനിക്ക് കരുണ ലഭിക്കും. ഞാൻ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അവള് പിന്നെയും കത്തിക്കുത്തി നടത്തിയത്, കൊല നടത്തിയത് എനിക്കൊരാളെ അല്ല. ഞാൻ പറയുന്നൊന്നുമില്ല. പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടോ നീ ഷർട്ട് അങ്ങോട്ട് ഉരുട്ട് പറയും, കുറെ വെട്ട് കിട്ടിയ പാട് കാണിക്കും. ഞാൻ ആ നാട്ടിലെ ഒന്നാം തരം ഗുണ്ടയായിരുന്നു. ഗുണ്ടയാണെങ്കിൽ തല്ലെല്ലാം മെടി കിട്ടുമോ? ഈ കുതികടെല്ലാം അദ്ദേഹത്ത് കാണും. ആൺപിള്ളേർ എടുത്തിട്ട് പൊതിച്ചതിന്റെ അടയാളമായി കാണുന്നത്. നല്ല പണി കഴിയാത്ത പിള്ളേരോടുണ്ടായിരുന്നു. അടിച്ചു മടത്തി ഒരു പരിവാക്കി. വിശ്വാസി വന്ന ശേഷം ഈ മുറിപ്പാടാണോ നമ്മുടെ അഭിമാനം? ഒരു ക്രിസ്തുവിലായാൽ അവ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞുപോയി. കിട്ടിയോ? എന്നാൽ ഞാൻ ഇന്നടത്തെ ഇന്നാളിന്റെ നോട്ടീസ് പേര് വെക്കുന്ന പോലും ഞാനാരെ കൊച്ചുപോകാൻ പ്രസംഗിക്കുന്നു. അതിനിവിടെ വെള്ളം അടിച്ചു 6-7 പേരെ കുത്തിക്കൊന്നു, ജയിലിൽ കിടന്ന ആള് ഇന്ന് പ്രസംഗിക്കാൻ വരുന്നുണ്ട്. ഒരു മനുഷ്യനെയും കൊല്ലാത്തൊരു ഫ്രണ്ടിൽ നിന്ന് കേൾക്കുക. അത് കേട്ടിട്ട് പിടിയോ? ഞങ്ങളുടെ അടുത്ത് ഒരു സ്ഥാപനമുണ്ട്. പുള്ളി ജെയിൻ സാറിന്റെ ഒക്കെ പറയാൻ പാടില്ലാത്ത, പുള്ളിയായതുകൊണ്ട് കുഴപ്പമില്ല, പറയാം. അവിടെ ഒരു സ്ഥാപനം ഉണ്ടാകും. അവിടെ ഒരു പുള്ളിയുടെ മിനിസ്ട്രി ഈ ജയിലിൽ കിടക്കുന്നവരെ മക്കളെ കൊണ്ട് വളർത്തുക. ഇപ്പൊ പുള്ളി ജയിലില്ല, വേറെ കാര്യം, അതൊന്നും ഞാൻ പറയുന്നില്ല.
ജയിലിൽ കിടക്കുന്നവരുടെ മക്കളെ വളർത്തുക. അപ്പനെ അമ്മയൊക്കെ കൊന്നു ഏതെങ്കിലും വിധത്തിലൊക്കെ ജയിലിൽ കിടന്ന് അങ്ങനെ പോയവരുടെ മക്കളെ. ഇപ്പൊ അത് നല്ലൊരു കാര്യമാണ്. ഈ കൊച്ചു പിള്ളേരെന്താ പഴിച്ചു പരീക്ഷയില്ല. അപ്പൊ അവർക്ക് നല്ല സൗകര്യങ്ങൾ എല്ലാം ഇതുണ്ട്. അവിടെ എന്നെ ഒരു ആശംസ പറയാനായിട്ട് വിളിച്ചു. ഞാൻ അതിൻ്റെ അടുത്ത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തായിരുന്നു. ഞാൻ എന്നോ പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ ഒരു കുട്ടിയെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്. അപ്പൻ അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അപ്പോൾ അതിനൊരു സ്പോൺസർ ഉണ്ടായി. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ജീവിതത്തിൽ ആരെയും കൊല്ലാത്ത, ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ഒത്തിരി പാവങ്ങളുണ്ട്. അവരുടെ മക്കളെ ആരാ പഠിപ്പിക്കുന്നത്? പിടികിട്ടിയോ? കൊന്നവന്റെ മക്കളെ പഠിപ്പിക്കാൻ പലർക്കും ദർശനം കിട്ടി. പക്ഷെ നേരാവണ്ണം പോയവന്റെ പിള്ളേരുണ്ട്. ഒരു കല്ലുകുടിച്ച് കിട്ടി അതുങ്ങൾ പഠിച്ചോളൂ. ഒരു ബാഗ് മേടിച്ചു കൊടുത്താൽ ഈശ്വരക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും കൂടെ കുറെ പേർക്ക് ദർശനം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടില്ല, അത് വേറൊരു കാര്യം. പോട്ടെ, ഞങ്ങൾ അന്ന് പറഞ്ഞു നോക്കാം, ഇന്ന് യാഥാർത്ഥ്യമായിക്കോട്ടെ, അതിലേക്കൊന്നും പോണ്ട. ചുരുക്കത്തിൽ ഒറ്റവാക്കി പറയാം, ഈ ഭൂതകാലത്തിന്റെ കഥകളല്ല ഭക്തന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. ഭൂതകാലത്തിൽ ഇതുവഴി പോയി എന്നുള്ളതല്ല ഒരുവനെ ക്രിസ്തുവിൽ പുതുമയുള്ളവനാക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആരായിരുന്നു എന്നുള്ളതല്ല, ഞാൻ ആരായിരിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഞാൻ ഈ പ്രസന്റൻസിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആരായിരിക്കുന്നു, അതാണ് ഭക്തന്റെ പ്രസന്റ്. അല്ലല്ല, അവിടെ അർത്ഥം വെച്ചേ ലേറ്റസ്റ്റ് ആയിട്ട് പിടിച്ച വല്ലതും ഉണ്ടോ? ഇപ്പൊ കിട്ടിയ വല്ലതും ഉണ്ടോ കൊണ്ടുവരാൻ? പണ്ട് ഞാൻ ഭയങ്കര പിടുത്തമായിരുന്നു പറഞ്ഞാൽ കളി നടക്കില്ല. അതൊക്കെ വല്ല ജീവിതത്തിൽ എഴുതി വെക്കാമെന്നുള്ളതല്ലാതെ പണ്ട് ഞാൻ വലിയ ഉള്ളികാരോടൊരു കാര്യമില്ല. ഇപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ട് ഇനി കൊണ്ടുപോകാൻ. അങ്ങനെ ചീനി ചെയ്യുന്നതുകൊണ്ട് വരണ്ടെന്ന്. അപ്പൊ പോട്ടെ, ചിലർക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്താൽ പറഞ്ഞ കേട്ടില്ലേ, എന്റെ സാക്ഷി ഇന്നോ നാളെ ഒന്നും പറഞ്ഞാൽ തീരുകയില്ല. ഈ ആഴ്ചയൊന്നും പറഞ്ഞാൽ അങ്ങനെ തീരാത്ത, പറയാൻ അറിയാത്തതുകൊണ്ട് തീരുകയൊക്കെ ചെയ്യും. ഈ ആവശ്യമില്ലാതെ കഥ പറയുന്ന പോലെയാ. പറഞ്ഞു പറഞ്ഞ് പോവാ വെടിവില്ലാതെ. അതാ കാര്യം. ഞാൻ ഈ വികാരെടുത്ത് ഒന്നും ഓർക്കരുത്, കൺവെൻഷന് വിളിച്ചാൽ ആ ഒന്നാം ദിവസം പോകാൻ വലിയ മടിയാണ്. കാരണം സഹിക്കാൻ വയ്യാത്തൊരു പണിയാണ് ഉദ്ഘാടനം. കാരണം 2000 ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവ് ഉദ്ഘാടനം ചെയ്തായിരുന്നു. സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ദൂതനെ വിട്ട് പറയിപ്പിച്ചിട്ട് അന്ന് തുടങ്ങിയ സുവിശേഷയോളം നമ്മൾ കുറെ നടന്നിട്ട് ഒരാളെ കൂടി പറയാം, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. കർത്താവ് അതിലെ സ്വർഗത്തിൽ എന്ന് പറയും അസാധു. എന്താ കാര്യം? ഇതിനെന്താ പ്രസക്തി? കർത്താവ് പറയും അവനറിവില്ലാതെ ചെയ്താ പൊക്കോട്ടൊന്നും. അവസാന രാത്രിയിലെ പ്രശ്നം ഈ കൃതജ്ഞതയാണ്. അതിനകത്ത് തീറ്റ സഹിക്കാൻ പറ്റി മൈക്കിന് സാങ്ഷൻ കിട്ടിയ കഥയാണ്. ഞാനിവിടെ ചെന്നപ്പോൾ SIയും ഉള്ള ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ഇറങ്ങി വന്നിട്ട് ഒരു ഭാഷയെ നടത്തിക്കോ. എന്തൊരു അത്യാവശ്യമാണ് ഈ നേരം പോലെ. ചുരുക്കി പറഞ്ഞ നമ്മളിനി എന്നാ നന്നാകുന്നേ? ഇപ്പൊ നീട്ടുന്നില്ല, ഞാൻ അതൊന്നും പറഞ്ഞു നിങ്ങളെ മോഷിപ്പിക്കില്ല. ഇവിടെ വിഷയത്തിലേക്ക് വരാം. കർത്താവിനെ കുറിച്ച് പറയാനാ നമ്മൾ വിളിക്കപ്പെട്ടത്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് തീർക്കാൻ പറ്റുന്നില്ല. അതാ പൗലോസ് തന്റെ ഭൂതകാലം ഒന്നും പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ വളരെ മാന്യമായിട്ട് സാക്ഷി പറയുന്ന ഒരു പ്രവണനുണ്ട്. നമ്മുടെ റെനി ജോർജാണ്. ഒരു ആളിനെ കൊന്ന് ജയിലിലൊക്കെ പോയാ മദ്രാസിലെ ഒന്നാണ്. ആ മനുഷ്യൻ സാക്ഷി പറയാൻ കൊടുത്ത ആ കഥയൊന്നും പറയില്ല, ഒരക്ഷരമുണ്ട്. മര്യാദയ്ക്ക് യേശുവിനെ ഉയർത്തിയിട്ട് അദ്ദേഹം വീട്ടിൽ പുള്ളി കൊന്ന കഥ കേൾക്കാൻ ആൾക്കാർ വരും. പുള്ളി ജീവിച്ച കഥയെ പുള്ളി പറയും. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനേറ്റവും ഇഷ്ടം ഭൂതകാലത്ത് ചെയ്ത ആ നടപടിക്രമങ്ങളെ ഒന്ന് ഏറ്റെടുത്ത് വീണ്ടും പറയുക. അത് കേൾക്കാനാ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ കർത്താവ് പത്രോസിനോട് പറയാ, ആരാണ് നീ? അതിന് പറഞ്ഞ ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു വെച്ചത് മാതാപിതാക്കളുടെ ചില പൈതൃകം, ഹെറിറ്ററി പരമ്പര ഘടകങ്ങൾ രക്തത്തിൽ ഉളകിടുന്നത് അല്ലേ? വീരപ്പന്റെ മോൻ്റെ കാര്യമാണ്. വീരപ്പന്റെ മോനായി ജനിച്ചവൻ ഇപ്പോഴും ചന്ദനം വെട്ടു. നീ ചന്ദനം വെട്ടാൻ അവന് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ അവൻ ആ സമയമാകുമ്പോ ഒരു ചന്ദനത്തിരി മേടിച്ചേലും ഓടിക്കും. അവന് പിടിച്ചിരിക്കാൻ പറ്റില്ല, ഓടി അങ്ങോട്ട് കയറി അയ്യോ ആശ്വാസം. ഈ ചീട്ടുകളിൽ നിർത്തിയ കുറെ ആൾക്കാരുണ്ട്. അവർ ഈ ചീട്ട് കളിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ? അതവിടെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. സിനിമ എല്ലാം കണ്ട് പണ്ടേ നിർത്തിയ ആളുകളുണ്ട്. ഈ സീരിയൽ വരുമ്പോഴേക്ക് ഓടിച്ച് നോക്കുകയാണ്. ഈയിടയ്ക്ക് ഒരു അമ്മമ്മ
പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞു സീരിയലിൽ ഒരു നടിക്ക് വേണ്ടി. കഴിഞ്ഞ ആഴ്ച കാണുമ്പോൾ അവള് വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്റെ വിടുതലിന്റെ കാരണം അയച്ചു ജീസസ് ഹല്ലേലൂയ. ഈ വട്ടുപിടിച്ചതിനൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല, ശ്രദ്ധിച്ചു. ഇത് വെല്ലുവിളി ഒരിക്കൽ പ്രാർത്ഥിക്കാനും പറയാം, നമുക്ക് സീരിയൽ കണ്ടിട്ട് പ്രാർത്ഥിക്കാം, അതാകുമ്പോ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഏതാ എത്രയൊരു വിഷയം പറഞ്ഞു, നമുക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. ക്രെഡിറ്ററി അതായി പറഞ്ഞു. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ സംഗതി വരുമായിരുന്നു. ശരിപ്പോഴും കണ്ടില്ലേ ഈ സമുദായമൊക്കെ വിട്ടിറങ്ങിയിട്ട് വഴി ഇങ്ങോട്ട് വരുമ്പോ ചൂണ്ടിക്കാണി പറയും, അതാ ഞങ്ങളുടെ ഇടവകയോ കാണിച്ചേക്ക. ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. വിശ്വാസികളുണ്ട്, തെറ്റിദ്ധരിക്കല്ലേ. ഈ പുരാതനമായ ചില ആചാരങ്ങളൊക്കെ ഉള്ള ഹൈന്ദവ തറവാട്ടുകളിൽ ജന്മം എന്നൊന്നുണ്ട്. പൈശാചികമായിരുമ്പോ എനിക്കറിയില്ല. ഞാനൊരു സ്ഥലത്തൂടെ ഇങ്ങനെ വരുമ്പോ ഒരു ഹിന്ദു മാർഗത്തിൽ നിന്നൊരു പാസ്സുണ്ട് ഇപ്പത്തിരിക്കുക. ഒരു ക്ഷേത്രത്തിന്റെ മുമ്പ് വരുമ്പോഴത്തേക്കും പറഞ്ഞു, ഇതായിരുന്നു ഞങ്ങളുടെ ജന്മം. അയ്യടാ മേല് വരുന്നു ദേഹം വരും. അപ്പൊ അവന്റെ തലയെ കഴിച്ചു വെച്ചാൽ ആറേഴ് ഭൂതം പോകുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ, ഇവരിത് കണ്ട് മേല് വരുക്കാൻ കാരണം എന്താ, വിട്ടുപോകുന്നതിനെ ഓർത്തു. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഒരു ക്ഷേത്രം ചൂണ്ടി കാണില്ല, ഇതായിരുന്നു ഞങ്ങളുടെ ജന്മം. ഞാൻ മെഡിക്കൽ കോളേജൊന്നും അല്ലായിരുന്നു. നമ്മുടെയൊക്കെ ജന്മം കൂടാ, പിള്ളേരെയൊക്കെ ജന്മം അതല്ലേ മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോഴല്ലേ, പഴയ കാലത്ത് വീട്ടിലാ. അങ്ങനൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാ അങ്ങനെ പറഞ്ഞിട്ട് പറ്റുമോ നമുക്ക് കൂടെ? ഇല്ല, അങ്ങനെ ആക്ഷേപിച്ചല്ല. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരുമായിരുന്നു. ഞാനിത് കണ്ടുപിടിച്ചത് യോഹന്നാന്റെ ചെറിയൊരു വാക്യമാണ്. യോഹന്നാൻ ഈ സുവിശേഷം എഴുതി ഇങ്ങോട്ട് വരുമ്പോ പറയാ, അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. ഈ പുള്ളിയാരെ എഴുതിയ പാർട്ടി എന്നാ പിന്നെ പറയാ, ഞങ്ങൾ പെരുന്നാൾ അവിടെ നടന്നു. അങ്ങനെയാണോ പറഞ്ഞേ? അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ പ്രമാണിയായ എന്നാ പിന്നെ പറയും, നമ്മുടെ കൊച്ചപ്പന്റെ ചേട്ടന്റെ അനിയന്റെ ഇന്നാളോടെ ഒന്നും നല്ല പറഞ്ഞത്. വിട്ടുപോകുന്നപ്പോൾ തീരുമാനിച്ചു, ഇനി മുതൽ ആരല്ല, യഹൂദനല്ല. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നാൽ മടങ്ങിപ്പോകാൻ സംഗതി വരും. ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യ ഘടകങ്ങളായി പറഞ്ഞു വന്നത്. അപ്പോൾ ഇതുകൊണ്ടൊന്നും വെളിപ്പാട് കിട്ടില്ല. അപ്പോൾ ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് ബോധ്യപ്പെടുത്തി തന്നത്. ആ വെളിപ്പാടിന്റെ, നീ കണ്ട കാഴ്ചപ്പാടിന്റെ, നീ കണ്ട വചനത്തിന്റെ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. ഉറപ്പേറിയ പാറയായി ആ വെളിപ്പാടിന്റെ അന്തരംഗത്തിൽ ഉദ്ദീപിക്കുന്നിടത്തോളം കാലം ആ സത്യത്തിലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. ഇന്ന് പല ദൈവം നിൽക്കുന്നവരെ ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സഭയുടെ സാക്ഷാത്കാരം. അവരാണ് ദൈവസഭയുടെ ആധാരം, അവരാണ് ദൈവസഭയുടെ അടിസ്ഥാനം. ആ പാറയിൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ വെളിപ്പാടിലാണ് സഭ പണിയുന്നത്. വെളിപ്പാടെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ല. ഇതുപോലെ എന്നെ ഒരു കാഴ്ച ദൈവം കാണിക്കുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ആർക്കും അറിയാവുന്നു? നിങ്ങൾ ഏതാണ്ട് കണ്ടിട്ട് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യുന്നു? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞപ്പോൾ അതിപ്പോ നമ്മുടെ ഒരു അവസ്ഥ അല്ലെ, ഇപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നു ചോദിച്ചു. ആലയത്തിൽ അതൊരു പാമ്പിങ്ങനെ നിൽക്കുന്നു, എനിക്കറിയത്തില്ല ഇതെന്തിനാ കാണിക്കുന്നത്. കണ്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ അറിയാൻ വയ്യാത്ത കാണാനാരുണ്ടോ? അഥവാ കണ്ടാ മിണ്ടായിരുന്നപ്പോ ശരി പറയാം, ഞാനത് നേരത്തെ കണ്ടതാ, അന്നേരം പറഞ്ഞില്ലെന്ന്. ഈ സമയത്തിന് ജ്വലിക്കാത്ത കൃപ കൊണ്ട് എന്തോ ഗുണം? സമയത്തിന് ജ്വലിക്കാത്ത കൃപയും കൊണ്ടെങ്കിലും പോരുത്. അതൊക്കെ അവതരിപ്പിക്കേണ്ട രീതി പറയണം. അവതരിപ്പിക്കേണ്ട ശൈലിയുണ്ട്, സമയമുണ്ട്, അതൊക്കെ നോക്കി വിശദീകരണമൊക്കെ ദൈവം തരും. അങ്ങനെ കാണരുതെന്ന് നിർത്തില്ല. ഇവിടെ പറയുന്ന വെളിപ്പെടൽ അതല്ല, വെളിപ്പാടതല്ല. ക്രിസ്തു ആരെന്ന ബോധ്യത്തിൽ നീ ഇപ്പോൾ അടിയുറച്ചിരിക്കാൻ ആ വെളിപ്പാടിൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അതാ കേട്ടത്. നമ്മൾ ആ വിഷയത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വന്നു. നീട്ടിക്കൊണ്ടുപോകാൻ നേരമില്ല. ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തട്ടെ. സഭയുടെ ആധാരം ക്രിസ്തുവാണ്, അടിസ്ഥാനം ക്രിസ്തുവാണ്.
സഭയുടെ പണിക്ക് ദൈവം കണ്ട അടിസ്ഥാനം ക്രിസ്തുവും അപ്പോസ്തലൻ, അതിന്റെ മൂലക്കല്ല് ക്രിസ്തുവും അടിസ്ഥാനം അപ്പോസ്തലന്മാരുമാണ്. അതിലാ ഈ ദൈവസഭ എന്ന സൗധം പണി കഴിപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഇത് പണിയുന്നതിന് മുമ്പ് കർത്താവ് ഒന്നുകൂടെ പറഞ്ഞു. യെരൂശലേം ദേവാലയത്തെ നോക്കി പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകരും. പക്ഷെ തകരാത്തതൊന്നിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അത് വസ്തുതയായി. ഇന്നും ഈ പ്രാർത്ഥനയിലൂടെ ദൈവസഭയുടെ പണി അഭിവൃദ്ധിയോടെ നടക്കുന്ന ഒരു പകൽ നമ്മൾ വന്നിരിക്കുക. ഹല്ലേലൂയ. ചില ജീവിതങ്ങളുടെ ഉള്ളിൽ ആ ദൈവാനുബോധം കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു പകലാണ്. സഭയുടെ പണിക്കായി ജീവനുള്ള കല്ലുകളായി ഞാനും നിങ്ങളെ ഒത്തുചേർന്ന് അവരെ പ്രസാദിപ്പിക്കുന്ന അനുഭവമായി അവർ നമ്മെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് വന്നിരിക്കുക. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയുടെ നിർമ്മിതിക്ക് ഉള്ള സൂചന കർത്താവ് പത്രോസിന് കൊടുക്കും. പക്ഷെ അതിൽ പത്രോസിന് അപ്പുറമായിട്ടൊന്നുമില്ല. എന്നാ തെളിവ്? ഈ അദ്ദേഹം തന്നെ വായിച്ചു പോയാൽ ഇത്രയും കർത്താവ് ഒരുവനെ പുരസ്കരിച്ച് വെളിപ്പാട് കണ്ടവനെന്നൊക്കെ പറഞ്ഞ പത്രോസിനെ ഈ അദ്ദേഹം തീരുന്നതിന് മുമ്പ് ഒരു വിളി, സാത്താനെ എന്നെ വിട്ടുപോകും. ഇത് തന്നെ ഉണ്ടാ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്താ കാര്യം? ഇവനെ പിന്നെ ആരും ഇങ്ങനെ വെളിപ്പാട് കിട്ടിയൊന്നും പൊക്കിക്കൊണ്ട് നടക്കല്ലേ. ഞാൻ ഇല്ല, പുള്ളി പറയുന്നത് വെളിപ്പാട് എനിക്ക് കിട്ടിയ താക്കോൽ എന്റെ ഇല്ല, കർത്താവ് കഴിഞ്ഞാൽ ചെയ്താൽ നിങ്ങളുടെ കേട്ടല്ലോ എന്നിവൻ പറഞ്ഞു പോയാൽ ഉടനെ അന്ത്രോസ് അവിടെ നിന്ന് പറയും, എടാ നിന്നെ തന്നെയാ സാത്താനെന്ന് വിളിച്ചു ഞാൻ കേട്ടു. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ വെളിപ്പാടിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നീ സാത്താനാ. കിട്ടിയ കൃപയ്ക്കനുസരിച്ച് പോയില്ലെങ്കിൽ സാത്താനെ എന്നുള്ള വിളി അവൻ വിളിക്കും. അതിന്റെ അർത്ഥം എന്താ? നീ ആ തടസ്സം, നീ അതിന്റെ ആ വെളിപ്പാട് അഹങ്കരിക്കാൻ അത് കാരണമല്ല. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊന്നും അഹങ്കരിക്കാൻ കാരണമല്ല. അഹങ്കാരമാകരുത്, അതൊരിക്കലും നിഗളമാകരുത്. ദൈവം വെറുക്കുന്ന കഠിന പാപങ്ങളിൽ ഒന്നാണ് അഹന്താബോധം. മനുഷ്യൻ പലവിധ കാരണങ്ങളെ ചൊല്ലി അഹന്തയോടെ നിൽക്കുമ്പോൾ ഈ വചനം നമ്മെ പിന്നോട്ട് പിടിക്കുന്ന ഒരു ഘടകമാണ്. ഈ ബോധം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാൻ ഭയങ്കര പാടാണ്. ഈ താഴ്മ പോലൊക്കെ ചിലർ അനുകരിക്കുകയോ അഭിനയിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനകത്ത് അർത്ഥമില്ല. ഈ ആളുകളിൽ സംസാരിച്ചാൽ അവർ ഒറിജിനലല്ല, ഡ്യൂപ്പാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളോട് സംസാരിച്ചാൽ, ഒരു ക്ലാസ്സോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഈ ആളുകളെ ദൂരത്തിരിക്കുന്നവർ നല്ലതായിട്ട് കാണാം, അടുത്ത് വന്ന പാടാണ്, ലോങ് സൈറ്റാണ്. അങ്ങനല്ല അതിന് പറഞ്ഞു. എന്നുവെച്ചാൽ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ഞാനെന്നർത്ഥം. മനസ്സിലായോ? എനിക്ക് അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ നമുക്ക് നല്ല പരിചിതനായിരിക്കും, പക്ഷെ കണ്ടാൽ അറിയില്ല, ഓർക്കത്തില്ല, കിട്ടത്തില്ല. ദൂരെ നിന്ന് അറിയാം. അതിനെ അടുത്തോട്ട് വരുന്തോറും ആളിനെ വലിയ പരിചയം വരത്തില്ല. കയ്യെ കൊടുക്കും വലിയ പിടി കിട്ടത്തില്ല. ആരാണ്? അവ്യക്തത. വണ്ടി കുടിക്കാനൊക്കെ നല്ല ദൂരെ നിന്ന് വണ്ടി വന്നാൽ അറിയാം, അടുത്ത അപകടമാണ് അറിയാത്തത്. പോട്ടെ. അപ്പോൾ ഈ ചിലരോട് സംസാരിക്കാൻ വന്ന ഇയാൾ ശരിയല്ലെന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്താണെന്നറിയണ്ടേ? കൃത്രിമമായിരിക്കും ഈ സംസാരിക്കുന്നത്. ഉദാഹരണം, രണ്ടുപേരും തമ്മിൽ കണ്ട ചില ചോദിക്കും, കർത്താവിൻ്റെ വലിയ ദാസനെ, അവിടുത്തെ മഹത്തരവും ശ്രേഷ്ഠകരമായ വേലയിൽ അങ്ങ് എവിടെയാണ് വ്യാപൃതനായിരിക്കുന്നത്? ഇപ്പോഴോർത്തോളം ഡ്യൂപ്പാ. ഇങ്ങനെയാണ് മനുഷ്യൻ സംസാരിക്കുന്നത്. തുറന്ന് പറയേണ്ട കാര്യമുണ്ടോ? മര്യാദ ചോദിച്ചപ്പോഴേ എവിടെയാ വാസം? അതല്ലേ മനുഷ്യത്വം. അങ്ങനെയല്ലേ? എല്ലാവരും വരെ ഇങ്ങനെ തുറയും വളച്ചു കെട്ടി സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഇതായി വളച്ചു കെട്ടി വളച്ചു കെട്ടിയുള്ള ഈ വഴി കണ്ടാൽ ചിലർക്ക് തോന്നും ഇതെന്താ, ഇതാ ദൈവികം. പക്ഷെ അതാ സാത്താന്യം. നമ്മളല്ലാതാക്കി ഇടപെടുക. ഇങ്ങനെ ഒത്തിരി ഗ്രൂപ്പുണ്ട്, ഒത്തിരി പറയാനുണ്ട്. പാട്ടിനകത്ത് വല്ല ഉണ്ട് ഈ പണി. ദാസന് ക്ഷമിക്കണം, ഞാൻ വേറെ കാര്യം പറയാം, ശ്രദ്ധിച്ച്. എനിക്ക് പാട്ട് പാടാൻ പറയുക. വാസ്തു ഈ പാട്ട് പാടാൻ പറഞ്ഞാൽ ചിലർ പാടുകയെന്ന് മാത്രമല്ല, ആദ്യത്തെ ഒരു ലൈൻ പാടിയിട്ട് പിന്നെ മിണ്ടാതിരിക്കുക. ചുമ്മാ പാടുകയല്ല, നമുക്ക് എടുക്കാൻ വയ്യാത്തൊരു പിച്ചിലെടുത്ത് നമ്മളെ തലയ്ക്ക് അടിച്ച് ചവം മിണ്ടാതിരിക്കുക. എന്റെ ദൈവത്താൽ പിന്നൊന്നുമില്ല. നമ്മൾ ബാക്കി നിശ്ചയം അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തീരാ നേരം വീണ്ടും അടുത്തലേക്ക് എടുത്തിടും. അത് തീർന്നു കാണുമ്പോൾ അടുത്ത ചാൻസ് എടുത്ത് നമ്മുടെ തലമണ്ടയ്ക്ക് അടിച്ചു വെച്ച് മിണ്ടാതിരിക്കുക.
കൂടുതൽ കൂടി മര്യാദ കൈയടിച്ച് പാടത്തില്ലേ? കൈയടിക്കണമെന്നില്ല, അവൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കണമെന്ന് ഇരുന്നു. പക്ഷേ ഇത്രയും വലിയ തടി വലിച്ച് നമ്മുടെ തല വെക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആത്മീയത ഫേക്കായ ചില അഭിനയങ്ങളായി കണ്ടു. നമ്മളെല്ലാം ഇങ്ങനെ ആത്മാവിൽ സംസാരിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടവഴി കയറി പുള്ളി പാട്ട് പാടി അതെ തിരിച്ചു കളി. ഇപ്പൊ കീബോർഡ് വായിക്കുന്നുണ്ട്, പ്രയാസം വന്നിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. ഇല്ലാത്ത വിച്ചു പോയി കീബോർഡിന് അപ്പുറത്ത് പോകും കൈ. പുള്ളിയോടെ കിടന്ന് കട്ട നോക്കുക, കിട്ടത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് ഈ ഫീൽഡ് പഠിച്ചിട്ട് ബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞാൽ പുള്ളി തപ്പിത്ത വിഷയപ്പോ ഇവ വായിക്കുന്ന ഒരു സ്കെയിലും കാണുന്നില്ല. വേറെ സ്കെയിൽ മേടിച്ചോണ്ട് വരണം കടയിൽ പോയി. മെഷർമെന്റും ഒക്കെ ഉള്ള പരിപാടിയുള്ള പുള്ളി കിടന്ന് വിഷമിക്കുക. അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഈ പ്രസംഗിക്കാൻ നിൽക്കുന്ന പാട്ട് പാടാനുള്ള ബുദ്ധിമുട്ട് ഓർത്ത് പുള്ളി ഏതാണ്ടെല്ലാം പിടിച്ചു പറയും. പക്ഷേ ഇവരുടെ കൈ ഓടുകയില്ല. അവിടെ കുഴപ്പമില്ല, അങ്ങനെ സംവിധാനം സിസ്റ്റത്തിൽ ഇല്ല. സംഗീതമായിട്ടൊരു ബന്ധോ അതിനില്ല. അതാ വിഷയം. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ മര്യാദയ്ക്ക് പോയ കർത്താവ് എന്താ സാത്താനെ എന്നെ വിട്ടു പോ. പത്രോസിന്റെ ഒരു ഗുണം കണ്ടോ? കർത്താവ് എന്താ പറഞ്ഞാലും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ വളർത്തു മൃഗങ്ങളുടെ സ്നേഹം അത് വളരെ വലുതാണ്. എൻ്റെ കയ്യിലൊരു ചിത്രമുണ്ട്. ഒരു ആള് മരിച്ചിടത്ത് ഒരു പൂച്ചക്കുഞ്ഞ് പോകാൻ കഴിയാതെ കിടന്ന് കരയുന്നൊരു രംഗം കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. മരിച്ചു പോയതാ. ഒരു 3 മാസം മുമ്പ് എൻ്റെ ഒരു ബ്രദറിലോ മരിച്ചു. അപ്പറിശുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു വളർത്തുനായുണ്ട്. അത് 2 ആഴ്ച ആഹാരം കഴിക്കാറുണ്ട്. അത് എത്തും കഴിക്കുന്നില്ല. കരഞ്ഞ് കിടക്കുക. ഇനി ആ മനുഷ്യന് പറ്റുമോ? ആ നായുടെ ഒരു സ്നേഹം കണ്ടില്ലേ? ഇതിന് മറ്റൊരു കാരണം, കൊച്ചുകുട്ടി നമ്മൾ തല്ലുക നമ്മുടെ മക്കളെയൊക്കെ. കൊച്ചു കുഞ്ഞിനെ തല്ലുമ്പോൾ കടതിക്കുന്ന ഞാൻ ചെന്നിട്ട് പറയാണ് അതല്ലാതെ നമ്മൾ നമ്മുടെ പിള്ളേരെ തല്ലി അതിട്ട് അവർക്ക് അതുകൊണ്ട് പറയാം അതല്ലാതെ അടിക്കാം. അപ്പോൾ ആ പാസ്റ്റർ അടി എന്നെ നിർത്തി നോക്കില്ല. അടി നിർത്തിക്കഴിഞ്ഞ് ഞാൻ അവനെ മോനെ എന്നെല്ലാം വിളിച്ച് ഇങ്ങനെ ആശ്വസിപ്പിച്ചു. ഒത്തിരി ആശ്വസിപ്പിച്ചു നിർത്തുക. ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അവനെ കൊണ്ട് ഞാൻ വണ്ടിയെല്ലാം ഒന്ന് കറങ്ങി അവനെ തിരിച്ചു കൊണ്ടുവിട്ടു. പക്ഷെ അവൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. എൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. ഒരു ഐസ്ക്രീമും വേണ്ട, ഒരു വണ്ടിയിലും കിടക്കണ്ട. അവൻ്റെ ആ തല്ലി അപ്പൻ ഇങ്ങോട്ട് വന്നിട്ട് കുഞ്ഞു വന്നു ഒറ്റപ്പിടി. കുഞ്ഞും കരയും അപ്പനും കരയും ഉള്ളിൽ. മനസ്സിലായോ? അത്രയും വലിയ സ്നേഹമില്ല ലോകത്ത്. ഐസ്ക്രീമിനേക്കാൾ വലുതാണ് മൈൻഡ് ഓഫ് റിക്കൺസിലിയേഷൻ. ദൈവത്തോട് നല്ല ഹൃദയമുള്ളൊരു ബോധ്യം. ഈ അപ്പൻ എത്രയാവർത്തി അടിച്ചാലും വിട്ടുപോകാൻ ഇടവരാത്ത ഹൃദയത്തിന്റെ സ്നേഹബന്ധം. ഹല്ലേലൂയ. ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ അറിയണം അപ്പന്റെ മാനശിക്ഷയാണത്. അവൻ നമ്മെ തല്ലും, ആ തല്ലുന്നവൻ നമ്മെ തല്ലും. ആ തല്ലുകൾ പോലെ സുഖകരമായതൊന്നും ജീവിതത്തിലില്ല. എത്ര ആനന്ദകരമായതെന്ന് യേശു വിളിച്ചു പത്രോസിനെ, സാത്താനെ എന്നെ വിട്ടുപോകും. പത്രോസ് പോയോ? പോയില്ല. അത് കേട്ട് നിൽക്കുന്ന പത്രോസ് എന്ന മനുഷ്യന്റെ മനസ്സ് മനസ്സിലാകുമോ? കാരണം അവനറിയാം വിട്ടുപോകാൻ പറഞ്ഞത് യേശു ആണെങ്കിൽ അവന്റെ വാക്ക് മൂർച്ച ഉള്ളതല്ല. ഈ കാര്യം അവൻ എല്ലാവരോടും പറയുന്ന പോലല്ല പറഞ്ഞത്. അവന്റെ ശിക്ഷ പരസ്യമാക്കി ഏറ്റെടുക്കുമ്പോഴും അതെന്നോടുള്ള അവന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. ഇതിലും തെറ്റ് ചെയ്ത് എത്രയോ പേർ ഈ ഫിലിപ്പിന്റെ കൈസരിലുണ്ടായിട്ട് ആരെയും തല്ലാതെ ആരെയും വഴക്ക് പറയാതിരുന്നവൻ എന്നെ മാത്രം തിരക്കി പിടിച്ച് എന്തിനിങ്ങനെ ശാസിച്ചു. അതിന്റെ അർത്ഥം അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ പ്രാർത്ഥന വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ അവന്റെ മാനസിച്ച നമുക്ക് ഭയങ്കരമായി തീരാ, വേദനാജനകമായി തീരാ. അപ്പോഴൊക്കെ ചിന്തിക്കുന്നത് മറ്റൊന്നല്ല, എന്നെ സ്നേഹിക്കുന്ന അവന്റെ മഹാസ്നേഹത്തിന്റെ ആ സവിശേഷ നിമിത്തമാണ് അവൻ എന്നോട് വിളിച്ചു പറഞ്ഞത് ഒരു ശിക്ഷയുടെ വാക്ക്. കർത്താവ് ശിക്ഷിക്കുന്നത് എത്ര സുഖമുള്ള ഒരനുഭവമാണ്. ഞാനതിന് ഒരനുഭവം പറയാം. എൻ്റെ വീടിൻ്റെ അരികിൽ ഒരപ്പച്ചനുണ്ടായിരുന്നു. അതൊക്കെ ഈ മൃഗങ്ങളെല്ലാം നന്നായിട്ട് സ്നേഹിക്കും. മക്കൾക്കൊക്കെ മനുഷ്യൻ്റെ പേരിട്ടാണ് വിളിക്കുന്നത്. ഈ മൃഗങ്ങൾക്കല്ല, സന്തോഷം എന്നൊക്കെയാണ് അവരുടെ പേര്. നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചിരി വരും. എൻ്റെ ഒരു അമ്മാച്ചനും വിടാം, നല്ല എഡ്യൂക്കേറ്റഡാണ്, വേറുള്ള മനുഷ്യൻ. ഈ രീതി കണ്ടാൽ ഞാനും മൃഗങ്ങളെ സ്നേഹിക്കാൻ പുള്ളി എന്നാണ് വിളിച്ചത്. കാരണം മൃഗങ്ങൾ തിരിച്ചു ചെയ്യുന്ന ആ കൈ കൊടുക്കുന്നതും ചുംബിക്കുന്നതും ഈ പ്രാവൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കും,
അവിടെ നിന്ന് ഇവിടെ വന്ന് പറയുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഭയങ്കര പരിരക്ഷ. അത് ഏറെ സ്നേഹിക്കുന്ന ഒരു പോത്തുണ്ടാകും. ഈ പോത്ത് ഇങ്ങനെ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൂടി ഇങ്ങനെ കൊണ്ടുപോകാം. കൊണ്ടുപോകുമ്പോഴേക്ക് ഞാനിതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. തല്ലൊന്നും ഇല്ല ഉണ്ട്, പക്ഷെ വടിയൊന്നും കയ്യിലുണ്ടാകും. വളരെ തീറ്റയുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പോത്തിനെ മാറ്റും. ഇങ്ങനെ മാറ്റി കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ കൈ വെട്ടിച്ച് പോത്തൊരു പോക്ക്, അദ്ദേഹത്തിനെ വാലെ പിടിച്ചൊരു വലിയൊരൊറ്റ അടിയാണ്. കൈ ഇങ്ങനെ കാണിച്ചു, അതങ്ങോട്ട് മാറി. പോത്തപ്പുറത്ത് വരുമ്പോൾ വീണു. വീണിട്ടൊരു പ്രതിഷേധം പോലെ കരയാൻ തുടങ്ങി. ഈ കരയുന്ന പോത്തിൻ്റെ അരിയിലേക്ക് എന്ന് അദ്ദേഹം ഈ കണ്ണുനീരിലെ ഇങ്ങനെ തുടച്ചു. ഞാൻ ചോദിച്ചു, അച്ഛാനെങ്ങനെ പോത്തിനെ അടിച്ചേ? എന്നിട്ട് പറയണം, ഞാൻ അടിച്ചത് ചെറോറായി, പാട് വീണു, കഷ്ടമുണ്ടാകും. നല്ല അടിയാ കിട്ടിയേ. ഈച്ച പിടിക്കാൻ പാകത്തിനൊരു മുഴുവൻ വീണു പോത്തിൻ്റെ പുറത്ത്. അദ്ദേഹം പറയാ, നിനക്കറിയാമോ ആ വെള്ളക്കെട്ടിൻ്റെ പ്രത്യേകത? തീറ്റ അവിടെ ഉണ്ട്, പക്ഷേ ഈ ഓട്ടത്തിൽ വേച്ച് വിറച്ചത് അങ്ങോട്ട് പോയാൽ പ്രാണൻ അങ്ങ് പോകും. തിരിച്ച് കയറാൻ വയ്യാത്ത ചെടിയ. ആ ചെടിക്കകത്ത് വീഴാതിരിക്കാൻ ഒരു ചെറിയ അടി. ആ ചെറിയ അടി കിട്ടിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതിനും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കരക്കേറി. ജീവിതത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളും ചൊല്ലിക്കൊണ്ടിൽ ആരാധിരിക്കാൻ ഒരു ചെറിയ അടി. ഈ അടി കിട്ടിയവർക്കായി ദൈവത്തിന് സ്തോത്രം. ഈ അടിയാണ് നമ്മെ നാമാക്കിയത്. അടി മാത്രമല്ല, അതിനുശേഷം അവൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ കർത്താവ് എത്രയാവർത്തി എന്നെ അടിച്ചിരിക്കുന്നു. ആ തല്ലും തലോടലും കൊണ്ട് അവൻ എത്രയാവർത്തി തന്റെ സ്നേഹം എന്നോട് വെളിവാക്കിയിരിക്കുന്നു. ജീവിതത്തിന്റെ ദുരന്ത ബോധം വേട്ടയാടുമ്പോഴൊക്കെ ഈ തല്ലുകെന്ന് എന്നെ കരക്ക് കയറ്റിയ ആ നല്ലതാരം വിളിക്കും, സാത്താനെ എന്നെ വിട്ടു പോ. ഇത് വിളിക്കുമ്പോഴൊന്നും നിന്നെ വിട്ടു പിരിയാ എനിക്കിടവരാതിരിക്കട്ടെ എന്ന ബോധ്യമാണ് ഭക്തനെ ഉണർത്തുന്നത്. ഒരു വശവും പറഞ്ഞ് നമുക്ക് പിരിയാം. ഒറ്റക്കാലം സഹോദരങ്ങളെ, കർത്താവ് ശക്തമായി തന്റെ ദൂതും നിലപാടുമൊക്കെ അറിയിച്ചപ്പോൾ, എന്റെ മാംസം ഭക്ഷിക്കാതെ എന്റെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവന് ജീവനില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ യേശുവിനെ വിട്ടുപോയി. പത്രോസ് യോഹന്നാനൊക്കെ നോക്കുമ്പോൾ മാന്യന്മാര്, ഇവിടെ സഹായം ചെയ്യാൻ കഴിയുന്നവര്, നാട്ടിലെ പ്രമുഖന്മാരെല്ലാം പോയി. പിന്നെ ഈ സഭ കൊള്ളോ? അപ്പൊ ഇവർക്ക് തന്നെ തോന്നി കർത്താവിന്റെ ശൈലി അല്പം മയപ്പെടുത്തി ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ഗ്രഹിച്ച കർത്താവോട് തിരിച്ചു വരുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോയിക്കൂടാ മനസ്സില്ലായിരുന്നു? എന്താ ഈശോമാർ പറഞ്ഞേ? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയാ പോകുക? തല്ലുമ്പോഴും തടവാനും ആശ്വസിപ്പിക്കുവാനും നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ആ നല്ല ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം നമുക്കൊന്ന് ബലവും ആശ്വാസമാകട്ടെ. ഇന്ന് ഈ യോർദാനും പരിസര പ്രദേശമൊക്കെ സന്ദർശിക്കുന്നവർക്കൊരു കാഴ്ച കാണാം. രസകരമായൊരു കാഴ്ച. നിങ്ങൾ ആരെങ്കിലും സന്ദർശിക്കുന്ന എന്നോട് പറയണം. നമുക്കവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോഴവിടെ വളരെ ചിന്താർഹമായ ഒരു പരിപാടി. ഈ കൈസറുടെ ഇടിഞ്ഞു കിടക്കുന്ന വെണ്ണക്കൽ ശില്പത്തിന്റെ അവശിഷ്ടങ്ങളും കല്ലുകളും ഒക്കെ ചിതറിക്കിടക്കുന്ന കാണാം. അപ്പുറത്ത് പാൻദേവന്റെ ഗോപുരം ഇടിഞ്ഞ് തകർന്നു മനുഷ്യർക്കാർക്കും ചെല്ലാത്ത വിധത്തിൽ കാടി പിടിച്ചു കിടക്കുന്ന കാഴ്ച കാണാം. പക്ഷെ യേശു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അങ്ങനെ കരിങ്കല്ലിട്ട് ഒരു കെട്ടിടം പണിയാനോ ഹെഡ് ഓഫീസ് പണിയാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ യേശുവിന് ഹെഡ് ഓഫീസും ഇല്ല. അങ്ങനെ ഒരു സ്ഥാപനവും കെട്ടിപ്പൊക്കില്ല. പാൻദേവൻ തകർന്നടിഞ്ഞ് കിടന്നപ്പോൾ, വെണ്ണക്ക ശില്പം കൈസറ തകർന്നപ്പോൾ, കൈസറുടെന്ന ധീരനായ ചക്രവർത്തിയുടെ പേര് പിൽക്കാലത്ത് നായ്ക്കുട്ടികൾക്കിട്ട് ചരിത്രം അവഹേളിച്ചപ്പോൾ, അവിടെ നിന്നൊരുവൻ പുലമ്പി ഒറ്റക്കരുത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ ഒറ്റപ്പെട്ടവന്റെ ശബ്ദം കാലത്തെ അറിയിരിക്കുന്ന ശബ്ദമായെങ്കിൽ ആ ഒറ്റപ്പെട്ട ശബ്ദത്തോടൊപ്പം ചേർന്ന് പണിയാൻ ആരുണ്ടെന്ന് പറയൽ